ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തന്റെ ശരീരത്തിന്റെ മേൽ വഹിച്ചതിനാൽ ഒരു രോഗത്തിനോ ഒരു രോഗശക്തിക്കോ ഒരു രോഗത്തിന്റെ ദുരാത്മാവിന് എന്റെ മേൽ അവകാശമില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടി മതിക്കുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ജാതികളുടെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എന്റെ പ്രജയം അറിയും. എന്റെ തലമുറകളെ കാണുന്നവരൊക്കെ പറയും, യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. ഭൂലോകത്തിനടുത്തോളം വൈശാല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതകരം നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഇന്ന് വലിയ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്നതിനായി സ്തുതിക്കുന്നു. ഇന്നും ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ ഞങ്ങൾ കാണുക തന്നെ ചെയ്യും. ദൈവത്താൽ അത്ഭുതങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ പോവാം. നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. പുഷ്പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിന്റെ വചനം കേൾക്കാം. തുടർച്ചയായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ പത്രോസ്ലീഹയുടെ ലേഖനമാണ് ധ്യാനിച്ചു വരുന്നത്. അത് ഇന്നലെ നമ്മൾ കേട്ടു. നമുക്ക് ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെ, അതായത് 2 പത്രോസ് 1 അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ കേട്ടു. ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെയും ദാനമായി തന്നിരിക്കുന്നു. Yesterday we heard that from 2 Peter 1:3 and 4 that he has given us everything pertaining to life and godliness. അടുത്ത വാക്യത്തിൽ പറയാം, അത് നിമിത്തം ഞാൻ അവയാൽ ഞങ്ങൾ വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നു. He has given us precious promises. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞു, വാഗ്ദത്തങ്ങളിലൂടെയാണ് നമ്മുടെ അനുഗ്രഹങ്ങളെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. Our blessings are coming through the promises that God has given us. ഞാൻ ഇന്നലെ പറഞ്ഞൊരു വിത്ത് മുളപ്പിക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനത്തെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ മുളപ്പിച്ചു കൊണ്ടുവരണം. I told you yesterday that we have to germinate the seed, the promises as a seed. ഇനി ഇതിന്റെ താഴേക്ക് വരുമ്പോൾ when we come down, അതിന്റെ 10ാമത്തെ വാക്യത്തിൽ പറയുന്നു, in 10th verse, അതുകൊണ്ട് സഹോദരന്മാരെ, so brethren, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പുവരുത്തുവാൻ അധികം ശ്രമിപ്പിൻ. Give diligence to make your calling and election sure. നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്കൊരു വിളിയുണ്ട്, നമുക്കൊരു തെരഞ്ഞെടുപ്പുണ്ട്. We have a calling, we have an election. രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി സഭയിൽ പോകുന്നത് മാത്രമല്ല വിളിയും തെരഞ്ഞെടുപ്പും. A born again, it is not only going to church, the election and calling for a born again believer. വചനം പറയുന്നു, അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. The word says that he has called us from the darkness to the marvelous light of Jesus. അപ്പോസ്തലനായ പൗലോസ്ലീഹയെ പറ്റി അപ്പോസ്തലൻ പറയുന്നു, നമ്മളെ പറ്റി പറഞ്ഞ ജാതികൾക്ക് വെളിച്ചമാക്കി ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. Apostle Paul says he has called us as light to the Gentiles. അപ്പം ദൈവം വിളിച്ചതിന്റെ അകത്ത് ഒത്തിരി പർപ്പസുകളുണ്ട് നമ്മളെ പറ്റി. God has so many purposes of our calling. ഞാൻ പറഞ്ഞു, നിങ്ങളെ ദൈവം നിങ്ങളുടെ ഭവനത്തിന്റെ അകത്തുനിന്നും ദൈവം നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. God has a plan and purpose for your calling in. അപ്പൊ വചനം പറയുന്നു, വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കണം. Diligently make sure calling and election. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഇടറി പോകത്തില്ല. Then you will never fail. അപ്പൊ നമ്മൾ എപ്പോഴാണ് ഇടറി പോകുന്നത്? When do we fall? നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള ബോധം നഷ്ടപ്പെടുമ്പോൾ. When we are not sure about our calling and election. എപ്പോഴും ഓർത്തോണം, എന്റെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നതിന്റെ അകത്ത് ദൈവത്തിന് ഒത്തിരി പദ്ധതികളുണ്ട്. We have to make sure that God has a purpose in my calling. അപ്പൊ ആ പദ്ധതികളാണ് നിങ്ങളുടെ ലൈഫിൽ ദൈവത്തിന്റെ പ്ലാനുകളാണ് നിറവേറാൻ വേണ്ടി പോകുന്നത്. God's plans are going to be executed in your life. അപ്പൊ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം, എന്റെ ദൈവത്തിന് എന്താണ് എന്നെ പറ്റിയുള്ള പ്ലാനുകൾ. You should understand what is God's plan in your life. നിങ്ങൾ ഇരിക്കുന്ന പട്ടണത്തിൽ ദൈവത്തിന് നിങ്ങളെ പറ്റി പദ്ധതി ഉണ്ട്, അറിയാവോ? In the city that you are dwelling, God has a purpose for you, right? നിങ്ങൾ ഇരിക്കുന്ന രാജ്യത്ത് ദൈവത്തിന് നിങ്ങളെ പറ്റി ഒത്തിരി പദ്ധതിയുണ്ട്.
In the country that you live, God has a purpose for you. നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ അയൽവക്കത്ത് എല്ലാം ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. In your house, in your workplace, in your surroundings, in your neighborhood, God has a purpose for you. കാര്യം ബൈബിൾ പറഞ്ഞ വി ആർ ദ ചൂസൺ ജനറേഷൻ എന്നാണ്, നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. God says we are the chosen generation. അപ്പൊ ഈ ചൂസൺ ആയിട്ടുള്ള ദൈവം നിങ്ങളെ ചൂസ് ചെയ്തിരിക്കുക. God has chosen you. അപ്പൊ നിങ്ങളെ മക്കളായും അവകാശിയായും ദൈവം ചൂസ് ചെയ്തിരിക്കുക. God has made you the children and heirs. അപ്പൊ നമ്മളെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതി എപ്പോഴും നിങ്ങളുടെ അകത്ത്, ബോധത്തിന്റെ അകത്ത് വരണം. We should be conscious about His calling. നമ്മൾ പലപ്പോഴും, നിങ്ങൾ പറഞ്ഞില്ലേ, ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിന്റെ അകത്ത് നിങ്ങൾക്കൊരു മടുപ്പോ സങ്കടമോ വിഷമോ ഒക്കെ വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ പരിശുദ്ധാത്മാവ് എനിക്ക് ശക്തി തരണം എന്ന്, നിങ്ങൾ എന്നെ ആത്മാവിൽ നിറയ്ക്കണമെന്ന് എപ്പോഴും നിങ്ങൾ പറയണം. When you're fed up of your circumstances, you should tell Holy Spirit. കാര്യം നമ്മുടെ വിളിയിനെയും നമ്മുടെ തെരഞ്ഞെടുപ്പിനെയും തിരിക്കുവാൻ നോക്കുന്നതാണ് പിശാചിന്റെ പ്ലാനുകൾ. The devil's plan is to take you away, turn you away from your calling and election. ഞാൻ കുറെ കാലം മുമ്പ് ഞാൻ ഈ ഒരു പ്രാർത്ഥന എൻ്റെ മനസ്സിൽ വരാൻ കാരണം, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ പ്രാർത്ഥന വരാൻ കാരണം, such a prayer came to my mind for the Holy Spirit strength. ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ്, 3 to 4 years back, എനിക്ക് മാനസികമായിട്ട് വല്ലാത്തൊരു, എന്നുവെച്ചാൽ ചില വിഷയത്തിന്റെ അകത്ത് ഞാൻ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. I was emotionally so burdened. എനിക്ക് വചനം പറയാനോ സംസാരിക്കാനോ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ. I was not in a mood to speak the word. അപ്പൊ എന്റെ കൂടെ വേറൊരു റൂംമേറ്റ് ആയിട്ടുള്ള ഒരു വിശ്വാസി, ഒരു പാസ്റ്ററുടെ മോൻ ഉണ്ടായിരുന്നു. I had a pastor's son as my roommate. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ, ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ നമ്മുടെ പ്രയർ യൂട്യൂബ് മറ്റേ സൂമിൽ ചെയ്യുന്ന ഇദ്ദേഹം കാണുന്നുണ്ടായിരുന്നു. He saw me doing the Zoom prayer every day. നമുക്ക് ഇത്രയും പേരൊന്നുമില്ല, 10-20 പേര് കഷ്ടി ഉണ്ടായിരുന്നുള്ളൂ. I didn't have this many numbers at that time, only 20. അപ്പം പക്ഷെ എല്ലാ ദിവസവും നമ്മളിങ്ങനെ കൂടി പ്രാർത്ഥിക്കുമായിരുന്നു. But every day we used to pray. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, കാര്യം വല്ലാത്തൊരു മാനസികാവസ്ഥ. അപ്പൊ ഈ പുള്ളി എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്ന കാണാറുണ്ട്. He used to see me doing this prayer every day. കാര്യം എൻ്റെ മൂത്ത ആളന്ന് ചെറുതായിരുന്നു, ജോഷുവ. അന്നവനെ ഞാൻ കൈ വെച്ചുകൊണ്ട് അവനെ ഉറക്കി കിടത്തിക്കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അന്ന് കേട്ടവർക്ക് അറിയാൻ പറ്റും. നിങ്ങൾ എപ്പോഴും പറയും ബ്രദറെ ഓളി ഇല്ല ഓളി എന്ന് പറയുമായിരുന്നു നിങ്ങൾ. Joshua was small and I used to hold him in my hand while doing the Zoom prayer, and everybody used to complain there is no volume. കാര്യം എനിക്ക് ഒച്ചത്തിൽ അന്ന് വർത്താനം പറയാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഞാൻ ഇവനെ കയ്യിലിരുത്തി ഉറക്കിയിട്ട് 3-4 വർഷം പുറകോട്ട്, അപ്പം ചെറുതായിട്ട് ഇവന്റെ കൈ കിടന്ന് ഉറങ്ങുമ്പോഴാണ് നമുക്ക്, ആ സമയത്താണ് നമ്മുടെ പ്രാർത്ഥന. അപ്പം ഇയാളെ മടി വെച്ചോണ്ടാണ് ഞാൻ ഏറ്റവും വോളിയം കുറച്ചാണ്, ശബ്ദം വളരെ കുറച്ചായിരുന്നു അന്ന് നമ്മൾ ഗൂഗിൾ മീറ്റ് പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നത്. Yeah, I used to make the Google Meet with low volume because I didn't want to wake up my child which is in my hand sleeping. അപ്പൊ എനിക്ക് വല്ലാത്തൊരു വിഷമം അന്ന് ഉണ്ടായ സമയത്ത്, when I was really burdened on something. അപ്പൊ ഈ വിശ്വാസിയായ ഈ ചെറുപ്പക്കാരനോട് ആദ്യം പറഞ്ഞൊരു വാക്ക് ഇതാണ്. That believer friend of a roommate of mine told me, നിങ്ങൾ എല്ലാരെയും ബലപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു വിഷയം വന്നപ്പോൾ തളർന്നു പോലെ നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിച്ചു. You strengthen everyone, but why are you weak when there is a problem? അങ്ങനെ ഇത്രയും പേരെ ഇങ്ങനെ വചനം പറഞ്ഞ് അന്ന് ഇത്രയും പേരില്ല, ഇത്രയും പേരോട് എല്ലാ ദിവസവും ഇങ്ങനെ ഞാൻ എല്ലാ ദിവസവും നിങ്ങളോട് ഈ വചനം പറയുന്നത് അന്ന് പുള്ളി കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. അപ്പം പുള്ളി ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞൊരു വിഷയം വന്നപ്പോൾ പറഞ്ഞു, ഇത്രയും പേരോട് സുവിശേഷം പറയുന്ന നിങ്ങൾക്കൊരു പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ തളർന്നു പോയില്ല എന്നിങ്ങനെ പരിഹസത്തോടെ പുള്ളി സംസാരിച്ചു. He mocked me saying that you strengthen everybody but you are getting weak now. ഇദ്ദേഹം ഒരു വിശ്വാസിയാണെങ്കിൽ ഇദ്ദേഹം മദ്യപിക്കുന്ന ഒരാളായിരുന്നു. മദ്യപിച്ചുകൊണ്ടാണ് പുള്ളിയോട് സംസാരിക്കുന്നത്. Though he was a believer, he used to be drinking and he spoke to me drinking. അപ്പൊ എനിക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥ, വല്ലാത്തൊരു സങ്കടം കൂടി എൻ്റെ ഉള്ളില്. I was really sad at that. എനിക്ക് അന്ന് പിറ്റേ ദിവസം വചനം പറയാനുള്ള ഒരു ശക്തിയില്ല. I didn't have strength to speak the word of God the next day. അപ്പൊ ഞാൻ കർത്താവ്, എനിക്ക് സംസാരിക്കാനുള്ള ബലമില്ല, എനിക്ക് വർത്താനം പറയാൻ പറ്റുന്നില്ല, എനിക്കൊരു വചനം മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു ചിന്തയെ ഞാൻ പൊക്കോണ്ടിരിക്കുക. I was not able to speak the word, I was not able to pray, I was not able to do anything spiritually. അപ്പൊ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ആദ്യം വന്ന പ്രാർത്ഥന, പരിശുദ്ധാത്മാവ് എനിക്ക് ശക്തി വേണം. Suddenly a prayer came to my mind. കാര്യം ഈ പ്രാർത്ഥന നാളെ മുതൽ ഇനി പ്രാർത്ഥന ഇല്ല. From tomorrow there is no prayer. കാര്യം എനിക്ക് നാളെ മുതൽ ഈ പ്രാർത്ഥന നടത്താൻ കഴിയത്തില്ല.
From tomorrow, I can't run this നാളെ prayer. മുതല് ഇനി പ്രാർത്ഥന വെക്കാനുള്ള കപ്പാസിറ്റി നമുക്കൊരു സ്റ്റാർട്ടിങ് വേണമല്ലോ, എല്ലാത്തിനും ഒരു എൻകറേജ് വേണമല്ലോ, അതെനിക്കില്ല. I didn't have the encouragement to go on with the Zoom prayer. ഞാൻ പറഞ്ഞു, കർത്താവ്, എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങയുടെ ശക്തി ഇല്ലാതെ എനിക്കൊരു വാക്ക് പറയാനോ എനിക്കൊരു മനസ്സ് റെഡി ആകണമെങ്കിൽ എനിക്ക് ശക്തി ആവശ്യമാണ്. I need your strength, Holy Spirit, to prepare ഞാൻ my ചില heart for this ചില ministry. മണിക്കൂറുകൾ, ചില സമയങ്ങൾ ഈ ഒരു വാചകം തന്നെ പറഞ്ഞു തുടങ്ങിയ, പരിശുദ്ധാത്മാവ്, എനിക്ക് അങ്ങയുടെ സ്ട്രെങ്ത് എനിക്ക് വേണം, അങ്ങയുടെ നിറവ് എനിക്ക് വേണം, എനിക്ക് അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, എനിക്ക് ബലം തരണം കർത്താവ് എന്ന് ഞാൻ ഇങ്ങനെ പരിശുദ്ധാത്മാവോട് സംസാരിക്കാൻ തുടങ്ങി. I started speaking to the Holy Spirit for some time, speaking the same sentences. നിങ്ങൾക്കറിയാം, വന്ന് തന്നൊരു ബലമാണ് ഇന്ന് ഇത്രയും നിമിഷം വരെയും കർത്താവ് എനിക്ക് ആ ഒരു ശക്തിയുടെ പ്രാർത്ഥന എനിക്ക് വളരെ, ഞാൻ അന്ന് ഒരു മനുഷ്യനെ പിന്നെ നോക്കിയിട്ടില്ല, ഒരു വ്യക്തിയും തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഒരു സാഹചര്യത്തെ ഞാൻ പിന്നെ നോക്കിയിട്ടില്ല, ഇങ്ങനെ അങ്ങ് പോവായിരുന്നു. Holy Spirit filled me with strength, and even today I run the prayer with that strength. I never looked back. ഞാൻ ഇപ്പോഴത് ഓർക്കും, എനിക്ക് ഭയങ്കര വിഷമാണ്. When I think of that moment, I get sad. എനിക്ക് കാര്യം മനസ്സിലായി, പരിശുദ്ധാത്മാവ് നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ഒരു പരിശുദ്ധാത്മാവുണ്ട്. I understood that Holy Spirit is with us. We are നമ്മൾ never alone. ഒരിക്കലും പരിശുദ്ധാത്മാവിനെ ഇഗ്നോർ ചെയ്യരുത് പ്രിയരെ. We never should ignore Holy Spirit. യേശുക്രിസ്തു പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ പോകുന്നു നിങ്ങൾക്ക് പ്രയോജനം. Jesus said, I am going and it is for your benefit. 14-ാം വാക്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടല്ലേ, യോഹന്നാനിൽ, ഞാൻ പോകുന്നത് ഞാൻ പോയില്ലെങ്കിൽ കാര്യസ്ഥം വരത്തില്ല. കണ്ടോ? If I don't go, Holy Spirit cannot come. കാര്യം ഈ കാര്യസ്ഥം വന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ബലം കിട്ടത്തുള്ളൂ. You will get the courage and strength when Holy Spirit അപ്പൊ comes on you. പത്രോസ്ലീഹ പറയുകയാണ്, നമുക്കൊരു വിളിയുണ്ട്, നമുക്കൊരു തെരഞ്ഞെടുപ്പുണ്ട്, ആ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പ് വരുത്തുവാൻ അധികം ശ്രമിക്കണം. Paul says, make sure about your calling and election. അപ്പൊ ആ പൗലോസ് അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഇടറി പോകത്തില്ല. കണ്ടോ? If you make your calling and election sure, you will not fall. അപ്പൊ നോക്കിക്കേ, ആ വ്യക്തിയുടെ ചോദ്യം എന്നെ വല്ലാതെ അങ്ങ് ഹൃദയത്തിൽ ഇങ്ങനെ ഒരു കത്തി തുളഞ്ഞു കയറുന്ന ഒരു അവസ്ഥയായിരുന്നു. My heart was penetrated when my roommate asked me that question. കാര്യം നമ്മൾ സാധാരണ വിശ്വാസി എന്ന് പറയുമ്പോൾ ഒരാളുടെ വേദനയിലോ വിഷമത്തിലോ കൈത്താങ്ങുന്ന ആളല്ലേ, അല്ലേ? A believer should always support one another. എന്നാൽ ആ സമയത്ത് എനിക്കത് സപ്പോർട്ടല്ല ലഭിച്ചത്, വല്ലാതെ എന്നെ വിഷമിപ്പിക്കാൻ തുടങ്ങി. That particular moment he was അതിനൊരു കാര്യം മനസ്സിലായി, പ്രിയരെ, പരിശുദ്ധാത്മാവ് മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. You should understand. That time I understood that only Holy Spirit. ആരും ഇല്ലെങ്കിലും ഓർപ്പിച്ചോണം, ആരും കൂടെ ഇല്ലെങ്കിലും, ആരും സഹായമില്ലെങ്കിലും, ആരും വന്നില്ലെങ്കിലും, ആരും കൂടെ പ്രാർത്ഥിച്ചില്ലെങ്കിലും, ആരും ബലപ്പെടുത്തിയില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, എന്റെ ദൈവത്തിന് എന്നെപ്പറ്റി വലിയ പദ്ധതി ഉള്ളതുകൊണ്ട് കർത്താവ് എനിക്കൊരു കൂട്ടുകാരനെ തന്നു, പേര് പരിശുദ്ധാത്മാവെന്നാണ്. Holy Spirit is given you as a friend. He will always be with you. Whoever is not there for prayer or standing by you or an encouragement or upliftment, he will always be with അതുകൊണ്ട് you. പ്രിയരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പദ്ധതിക്ക് വിരോധമായി ഏതെങ്കിലും ഒരു ദുഃഖമോ ഏതെങ്കിലും ഒരു വാതിലോ ഏതെങ്കിലും ഒരു വഴിയിലൂടെ പോകുമ്പോൾ നിങ്ങൾ ഉടനെ മനസ്സ് തകരുമ്പോൾ പ്രാർത്ഥിക്കാൻ ശ്രമിക്കേണ്ട, വിശ്വസിക്കാൻ ശ്രമിക്കേണ്ട, പാട്ട് പാടാൻ ശ്രമിക്കേണ്ട. ഉടനെ പറ, പരിശുദ്ധാത്മാവേ, എന്റെ വിളിയിലേക്കും എന്റെ തെരഞ്ഞെടുപ്പിലേക്കും എന്നെ നടക്കണേന്ന് പ്രാർത്ഥിക്കണം. When you are hurt or when you are sad on some circumstances, ask Holy Spirit, help me. Don't try to pray or sing or worship. കാര്യം അതിമഹത്തായ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. God has kept so many promises great for you. അപ്പൊ ഇത് നമ്മൾ പ്രാപിക്കണം. You have to receive them. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ബൈബിൾ വായിച്ചിട്ട് നിങ്ങൾ യേശുവിനെ അറിഞ്ഞു. പല വിശ്വാസികളിൽ ഞാൻ കണ്ടൊരു കാര്യം, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സഭയിൽ വന്നു, ഒത്തിരി വചനം കേട്ടു, ഭയങ്കര പ്രവചനങ്ങൾ കേട്ടു, ഭയങ്കര വാഗ്ദത്തം കേട്ട് കൈയടിച്ചു മറിഞ്ഞു, പക്ഷെ ഒന്നും നേടാതെ മരിച്ചു പോകുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. I've seen many believers going to church and worshiping and clapping and making noise, but then they die without achieving anything. നിങ്ങൾ ജീവിതത്തിൽ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ്, ഇത്രയും വലിയ വാഗ്ദത്തങ്ങളും പ്രവചനങ്ങളും ദൂതുകളും വചനങ്ങളും കണ്ടിട്ട് എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ പലരുടെയും ജീവിതത്തിൽ എന്തുകൊണ്ട് ഇതൊന്നും കാണുന്നില്ല? Have you ever thought that why I am not seeing any blessings? ഞാൻ നിങ്ങളെ എല്ലാരെയും ഓർത്ത്, ഞാൻ എന്നെ തന്നെ ഓർത്ത് അതിശയിക്കും, നമ്മൾ എന്തുകൊണ്ട് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല? I'm surprised why we do not think.
കാര്യം അതുകൊണ്ട് പത്രോസ്ലീഹ പറഞ്ഞു നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പ് വരുത്തണം. കണ്ടോ, Make sure about your calling and നമ്മൾ ഈ election. ലോകത്തോട് അനുരൂപരാകാനുള്ളതല്ല. We should not be one with the world. എന്റെ പ്രിയരെ, ഞായറാഴ്ച പള്ളിയിൽ പോയി നമ്മൾ വിശുദ്ധരാണ്, വേർപാടുകാരാണ് എന്ന് പറഞ്ഞ സ്വോത്രവും ആമയും പറഞ്ഞ് മാത്രം ഇരിക്കാനുള്ളവരല്ല പ്രിയരെ. ഈ ലോകത്തിൽ യേശുക്രിസ്തുവിന്റെ വെളിച്ചമാണ്, അനേകരെ നേടേണ്ടവരാണ്, ഈ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ ജീവിക്കേണ്ടവരാണ്, അബ്രഹാമിന്റെ സകല അനുഗ്രഹങ്ങളും ക്രിസ്തുവേശുവിടെ ലഭിച്ചവരാ നിങ്ങൾ. ഇത് മറക്കരുത് നിങ്ങൾ. We should not forget that we have received all blessings of Abraham. We are the light of the world. We are the salt of the earth, and we have to be soul winners. അപ്പൊ ഇത് നമ്മളിലേക്ക് വരുന്നില്ലെങ്കിൽ, If that is not coming to നമ്മുടെ us, വിളിക്കകത്തും തെരഞ്ഞെടുപ്പിന്റെ അകത്താണ് ഇതെല്ലാം കിടക്കുന്നത്. it is all in the calling and election of us. പലപ്പോഴും ഞാൻ എപ്പോഴും പറയും, ഞാൻ ഒരു കാര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നടക്കുന്നില്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ആകരുത്. If something is not happening as we wish, we should പ്രാർത്ഥിച്ചിട്ട് not get adjusted. പ്രാർത്ഥിച്ചിട്ട് ഒരു വിഷയം നടക്കുന്നില്ലെങ്കിൽ If we pray and something doesn't happen, നമ്മളത് വിട്ട് കളയരുത്. do not leave it. കർത്താവ് എന്തുകൊണ്ട് അത് കിട്ടാത്തത്? Why it is not coming, കാര്യം Lord? ഓൾറെഡി യേശുക്രിസ്തു വില നമുക്ക് വേണ്ടി മറുവിലയായി തീർന്നു. Jesus became a price for us. കണ്ടോ, കർത്താവ് വില കൊടുത്തിട്ട് എനിക്ക് എന്തുകൊണ്ട് അത് എന്നിലേക്ക് വരുന്നില്ല? Jesus paid for me, then why it is not coming to me? ബൈബിൾ വ്യക്തമായിട്ട് പറഞ്ഞു, നമുക്ക് വേണ്ടി മറുവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ എന്ന് വചനം പറയുന്നു. He gave himself as God. He being God's son, he gave himself for our propitiation. അപ്പൊ കർത്താവ് കൊടുത്ത വിലയുടെ മറുപടി എന്ത് ചെയ്യും എന്റെ ജീവിതത്തിൽ? Where is that thing that Jesus paid അപ്പൊ for? പ്രിയരെ, നിങ്ങൾ അതിശയപ്പെടണം. You have to be surprised. നമ്മൾ ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ട് ആ വിഷയം ക്രിസ്തുവേശുവിലൂടെ എന്റെ മേലേക്ക് വരുന്നില്ല എങ്കിൽ എന്തുകൊണ്ട് അത് വരുന്നില്ല എന്ന് അന്വേഷിക്കുന്ന സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകണം. We have to search out why it is not coming to us even after we pray. ഞാൻ ആ വാക്യം ഒന്ന് എടുത്തിട്ടില്ല എങ്കിലും ഞാൻ ആ വാക്യം അങ്ങ് പറയുവാണ്. പഴയ നിയമം നമ്മൾ വായിക്കുന്ന സമയത്ത് യോശുവയുടെ തമ്പുരാൻ പറഞ്ഞു, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യന് നിന്റെ നേരെ നിൽക്കത്തില്ലെന്ന് പറഞ്ഞു. God told Joshua that no man shall prevail against you. എന്നാൽ പല യുദ്ധങ്ങൾ യോശുവ ജയിച്ചെങ്കിലും ഒരു യുദ്ധത്തിൽ ഈസി ആയിട്ട് ജയിക്കാമെന്ന് വിചാരിച്ച ഒരു യുദ്ധത്തിൽ ജോഷുവ പരാജയപ്പെട്ടു പോയി. In one of the battles that he did not win, അവിടുന്ന് ഓടി രക്ഷപ്പെടേണ്ടി വന്ന പടയാളികൾക്ക്. he had to flee. He and people had to flee from there. അപ്പൊ ജോഷുവ ഓർത്തു, എന്നാലും 5 എണ്ണം ജയിച്ചില്ല, ഒരെണ്ണം തോറ്റാ പോട്ടെ എന്ന് പറഞ്ഞില്ല. He didn't say that, oh, 5 I won, but 1 I did not. ജോഷുവ രാവിലെ മുതൽ വൈകുന്നേരം വരെ ദൈവത്തിന്റെ സന്നിധിയിൽ ആഹാരം കഴിക്കാതെ വെള്ളം കുടിക്കാതെ അവിടെ അങ്ങോട്ട് ഇരുന്നു. He spent all his day in God's presence. കണ്ടോ, അതെന്നെ അങ്ങനെ ഇരുന്നറിയോ? കർത്താവ് അങ്ങ് എന്നോടൊരു വാക്ക് പറഞ്ഞു, എന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുത്തനും എനിക്കെതിരെ നിൽക്കത്തില്ല, നീ പോകുന്നിടത്തൊക്കെയും ശുഭമായിരിക്കും എന്ന് പറഞ്ഞിട്ട് യുദ്ധത്തിൽ പരാജയം സംഭവിച്ചു. കണ്ടോ, Lord, you promised me that no man will prevail against me, all will be well with me, but then why it happened? നോക്കിക്കോ, വിളിയും തെരഞ്ഞെടുപ്പും പ്രധാനപ്പെട്ടതാ, മനസ്സിലാക്കണം. Your calling and election is sure, you should understand. നോക്കിക്കോ, അപ്പൊ ജോഷുവയ്ക്ക് വേണമെങ്കിൽ പറയാറുന്നല്ലോ, കർത്താവേ ആ ദൈവത്തിന്റെ പദ്ധതി ചിലപ്പോൾ ഞാൻ തോക്കുന്നതായിരിക്കും എന്ന് ജോഷുവ ചിന്തിച്ചില്ല. Joshua could have thought that my failure was God's plan. No, he കാര്യം never thought that. ജോഷുവയുടെ വിളിക്കകത്ത് പരാജയമില്ല. In his calling there was no failure. നീ പോകുന്നിടത്തൊക്കെ നിനക്ക് ശുഭമായിരിക്കുമെന്ന് വചനത്തിൽ വ്യക്തമായി ദൈവം പ്രോമിസ് പറഞ്ഞതാ. It shall be well with you wherever you go, God promised. പക്ഷെ ഇവിടെ ജോഷുവയ്ക്ക് ജയിക്കാൻ പറ്റിയില്ല. But Joshua couldn't win at that അപ്പൊ time. ജോഷുവയ്ക്ക് മനസ്സിലായി എന്തോ സംതിങ് എന്റെ ജീവിതത്തിലുണ്ട്. കണ്ടോ, So Joshua understood that there is something in my life. ജോഷുവയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. He could not adjust with failure. യോശുവ പറഞ്ഞ, കർത്താവേ ദൈവസന്നിധിയിൽ രട്ടിലും വെണ്ണൂരിൽ ഇരിക്കാൻ തുടങ്ങി. അവൻ ദൈവസന്നിധിയിൽ അനങ്ങിയില്ല, അവിടെ തന്നെ ഇരുന്നു അതിന്റെ മറുപടിക്ക് വേണ്ടി. He started fasting and was immovable in God's presence. എന്നാൽ വൈകുന്നേരമായപ്പോൾ ദൈവത്തിന് മനസ്സിലായി ജോഷുവ അവിടുന്ന് മാറാൻ തോന്നുന്നില്ല. By evening, God understood that Joshua is not going to leave him. അവിടെ എന്ത് ചെയ്തു? ജോഷുവയോട് തമ്പുരാൻ ഇടപെടാൻ തുടങ്ങി. God started dealing with Joshua. കാരണം മറ്റൊന്നുമല്ല, നിന്നോട് ചെയ്യരുതെന്ന് പറഞ്ഞൊരു കാര്യം നീ ചെയ്തു. കണ്ടോ,
because something I told you not to do, you നിന്റെ did. കൂട്ടത്തിലുള്ള ഒരുത്തൻ അവിടെയുള്ള രാജ്യത്ത് സാധനങ്ങളെല്ലാം നിനക്ക്, പക്ഷെ അവിടെ അവര് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പൂജാ വിഗ്രഹങ്ങൾ എടുക്കരുതെന്ന് തമ്പുരാൻ ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. God had told them to don't bring from that places they win the idols of that land. നീ അവിടുന്ന് സ്വർണമോ വെള്ളിയോ പണമോ എന്തും എടുത്തു യുദ്ധം കഴിയുമ്പോ. You take any blessings from that land. പക്ഷെ ഇത് എടുക്കരുതെന്ന് ദൈവം ഒരു വാണിംഗ് Don't കൊടുത്തു. take their idols. കണ്ടോ? അപ്പം ഇതെടുത്തുകൊണ്ട് ഒരുത്തൻ എന്ത് ചെയ്തു? പാളയത്തിന്റെ അകത്ത് ആരും കാണാതെ കുഴിച്ചിട്ടു. പക്ഷെ ആരും അറിഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തോണേ, ദൈവം ഒരു പ്രോമിസ് നമുക്ക് തന്നാൽ ആ പ്രോമിസ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ലെങ്കിൽ പ്രിയരെ, വിളിയും തെരഞ്ഞെടുപ്പ് ഉള്ളവൻ ചോദിക്കണം, അന്വേഷിക്കണം, എന്തുകൊണ്ട് അത് മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല. If God has given you a promise and it doesn't happen in your life, you have to search to God why it is not happening. ജോഷുവയ്ക്ക് മനസ്സിലായി, എന്റെ ദൈവം പോഷ്ക്ക് പറയത്തില്ല. Joshua knew God will not lie. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുത്തരം നിൽക്കത്തില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. No man shall prevail against you through your എന്റെ പ്രിയരെ, life. That is ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കാണണം. whatever the word of God says, it should be seen in your life. അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ, If that is not happening, വിശ്വസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾ ഓടിയിട്ട് ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ, if it is not happening after you believing and confessing and അതിന്റെ അർത്ഥം running, ദൈവസന്നിധിയിൽ ഇരിക്കേണ്ട സമയമാണ്. you sit at God's presence. ദൈവസന്നിധിയിൽ ചോദിക്കേണ്ട സമയമാണ്. Ask God what the reason is. അന്വേഷിപ്പിൻ കണ്ടെത്തുവെന്ന വചനം പറയുന്നത്. It says, seek and you will find. അതുകൊണ്ടാണ് ഈ വിളിയും തെരഞ്ഞെടുപ്പ് നമ്മൾ എപ്പോഴും നമ്മളിൽ ഉറപ്പ് വരുത്തണം, എന്നെ കർത്താവ് എന്തിനായി വിളിച്ചിരിക്കുന്നത്. Why you should make sure why God has called. രോഗിയായി രോഗക്കിടക്കയിൽ കിടന്ന് മരിക്കാനാണോ, അങ്ങനെയാണോ തമ്പുരാൻ വിളിച്ചേക്കുന്നത്? അല്ല. Is it to be sick and die? No, that is not what. ലോക മനുഷ്യനെ പോലെ, പാപികളെ പോലെ, വെറുക്കൂത്തുകാരെ പോലെ അങ്ങനെ ജീവിക്കാനാണോ എന്നെ വിളിച്ചിരിക്കുന്നത്? അല്ല. Is God wanting you to live like the world people, Gentiles? No. അപ്പൊ ദൈവത്തിന് എന്നെ വിളിച്ചതിന്റെ അകത്ത് ഒരു പർപ്പസ് ഉണ്ട് പ്രിയരെ. God's calling has a purpose on it. ഈ പർപ്പസിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. മനസ്സിലായോ? We have to reach that purpose. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. We should understand that. ഇതിനു വേണ്ടി ആയിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥന എന്ന പോരാട്ടത്തിലേക്ക് നിങ്ങൾ ഇറങ്ങേണ്ടത്. We should have this prayer. ആമേൻ. അതുകൊണ്ടാണ് വചനം പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പ് വരുത്തുവാൻ അധികം ശ്രമിക്കണം. Make sure about your calling and election. കാര്യം അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു. Great promises are given to us. അപ്പൊ നമ്മളൊരു ദേശത്തായിരിക്കുന്നുണ്ടെങ്കിൽ, When we are in a place, ആവർത്തന പുസ്തകത്തിൽ പറയുന്നത് പോലെ പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. I will be blessed in the city as നിന്റെ വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. I'll be great in the field. I'll be blessed in the field. നിങ്ങൾ ആ വാക്കുണ്ടോ? ആവർത്തന പുസ്തകം 28 അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ നീ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും. Deuteronomy 28:2 says, if you hear the word of God, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. blessed in the field. നിന്റെ ഗർഭഫലവും കൃഷിഫലവും അനുഗ്രഹിക്കപ്പെടും. Your womb will be blessed. Your field will be blessed. നിന്റെ കൊട്ടയും മാവുക തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. Your kneading trough will be blessed. Wine press will be overflowing. അതിന്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞ്, യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു, ഭൂമിയിലെ സകല ജാതികളും നിന്നെ കണ്ട് ഭയപ്പെടും. കണ്ടോ? All the world will be afraid of you, and they will know that you are called ഇന്ന് by the കേട്ടെ, name of ഒരു God. പഞ്ചായത്തിൽ പോയിട്ട് ഒരു ഭവനത്തിൽ പോലും ദൈവത്തിന്റെ സാക്ഷ്യമാകാൻ കഴിയുന്നില്ലെങ്കിൽ, If you are not being able to be a witness even in a panchayat, പ്രിയരെ, എന്തോ കുഴപ്പമില്ലേ? is there something wrong? എന്തോ പ്രശ്നമില്ലേ? Isn't there a problem? കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ വില കൊടുത്തതല്ലേ? God paid the price. Jesus എനിക്ക് paid the വേണ്ടി price on the cross, എന്റെ right? ശരീരം, എന്റെ ജീവിതം, എന്റെ ദേഹം, ദേഹി, ആത്മാവ് അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയുള്ള വില കൊടുത്തതല്ലേ? Jesus paid the price for my body. soul, and ഇതെല്ലാം spirit to be അവിടെ blessed. എന്നോടല്ല ചോദിക്കേണ്ടത്, ദൈവത്തോട് ചോദിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് വേണം. All these things you should ask ആമേൻ. God.
ഞാൻ ഈ പറയുന്നത് ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് പിന്നെ ഏതെങ്കിലും വഴി പോകുന്ന വഴിപോക്കരെ പറ്റിയല്ല, ദൈവസന്നിധിയിൽ എരിവോടെ നിൽക്കുന്ന നിങ്ങളോടെ ഞാൻ ഈ സംസാരിക്കുന്നത്. I'm telling you who are fervent for the Lord, not to the passers-by. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ദൈവത്തിന്റെ പ്രോമിസുകൾക്ക് വിരോധമായി ചലിക്കുന്നതിനെ ഇടിച്ചു കളയുവാനാണ് വിളിയും തെരഞ്ഞെടുപ്പും. You have to smash out everything that is rising up against the knowledge of God. കർത്താവ് പറഞ്ഞു, അനേക പട്ടണങ്ങളിൽ പോകുവാനല്ലോ നമ്മളെ വിളിച്ചിരിക്കുന്നത്. God has called us to go to many cities. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി ഉയർന്നു വരുന്നതിനെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയും, ഇത് ദൈവത്തിന്റെ പ്ലാൻ അല്ല. ഇതിനെ ഇടിക്കുവാനുള്ള കപ്പാസിറ്റി നിങ്ങളുടെ അകത്തുണ്ട്. പരിശുദ്ധാത്മാവേ, എനിക്ക് ശക്തി വേണം, അധികം ശക്തി എനിക്ക് വേണം. You should ask the Holy Spirit, I need more strength, Lord, to smash this out. ഞാൻ പറഞ്ഞല്ലോ, പിറ്റേ ദിവസം നമുക്ക് പ്രാർത്ഥന വെക്കാൻ ഇല്ല. ഞാൻ അന്ന് തീരുമാനിച്ചു, കർത്താവേ, ജീവിതത്തിൽ 2 തവണയാണ് പ്രാർത്ഥന ഇല്ല, ഇനി മുതൽ പ്രാർത്ഥന വെക്കാൻ കഴിയത്തില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് മാനസികമായിട്ട് എത്തേണ്ട അവസ്ഥ വന്നത് എനിക്ക്. In my life, 2 times I had decided that from the next day I will not conduct the prayer. ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിന് ഇത് തുടരണമെന്ന് ആഗ്രഹമുണ്ട്. But God wanted me to continue. ഒരു കാര്യം ഉറപ്പാ, ദൈവം എന്ത് വില കൊടുത്തും ഇത് മുന്നോട്ട് നടത്തും. God will pay any price to make this അങ്ങനെയെങ്കിൽ take പ്രിയരെ, this forward. ദൈവം ഭയങ്കര വാശിയുള്ള ആളാ. God is very obstinate. ദൈവം വളരെ വാശിയുള്ള ആളാ. God is very obstinate. അതുകൊണ്ട് പ്രിയരെ, നിങ്ങളുടെ അകത്തും ആത്മീയമായ ഒരു വാശി വരണം. You should also have the fervency. അതുകൊണ്ട് പറഞ്ഞത്, വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളാകണം. You should copy those people who inherit ഈ the blessing. ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടിയും പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കും വേണ്ടിയും നിരന്തരം ദൈവത്തോട് സംസാരിക്കുന്നവരാകണം നിങ്ങൾ. You should be the people asking God for the power of the Holy Spirit. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങളിലേക്ക് ആ ശക്തിയുടെ വ്യാപാരം വെളിപ്പെടും. Then the Holy Spirit power will be spread onto your issues. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ അഗ്നി വ്യാപരിക്കും. Then his fire will spread across to you. പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരും. Then God will bring you to the fulfilling of the Holy Spirit. അപ്പൊ വിളിയും തെരഞ്ഞെടുപ്പും മറന്നു പോകരുതേ. Don't forget your calling and election. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Let's pray together. God bless you. കർത്താവ് അനുഗ്രഹിക്കട്ടെ. Thank you, Holy Spirit. So much. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. കൃപ കൊണ്ട് കർത്താവെ അങ്ങ് മൂടുന്നല്ലോ. എല്ലാ വ്യക്തികളും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, എന്നോട് അങ്ങ് സംസാരിക്കുന്ന അങ്ങയുടെ വൻ കൃപയ്ക്ക് നന്ദി പറയുന്നു. അങ്ങ് എന്നോട് ഇടപെടുന്ന ദൈവമാണല്ലോ. അങ്ങ് കർത്താവ് എന്നോട് സംസാരിക്കുന്ന ദൈവമാണല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവേ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവെ, അങ്ങയുടെ ശക്തിക്കായി സ്തുതിക്കുന്നു, അങ്ങയുടെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ ഉള്ളത്തിൽ ഒരു പേരെൻ്റെ മനസ്സിലേക്ക് വരുവാണ്. അത് ഒഫീഷ്യൽ പേരാണോ അതോ വിളിപ്പേരാണോന്ന് എനിക്ക് വ്യക്തമല്ല. ഷാനു എന്ന് വിളിക്കുന്ന ഒരു പേര്, ഒരാളെ ഇങ്ങനെ വിളിക്കും. ആ പേര് ഷാനു എന്നാണ് വിളിക്കുന്നത്. അത് ഒഫീഷ്യലാണോ വിളിപ്പേരാണോ? പക്ഷെ ഈ വ്യക്തിയെ ഇങ്ങനെ വിളിക്കുന്നതായിട്ടാണ് ഞാൻ കേൾക്കുന്നത്, ഷാനു എന്നുള്ളത്. ആ വ്യക്തി സിസ്റ്ററുടെ മോനാ? മോനാ. യേശുവേ, മോൻ എവിടെയാ ഇപ്പം? സിംഗപ്പൂരാണ് വർക്ക് ചെയ്യണത്. അവന്റെ ഒഫീഷ്യൽ പേരാണോ അതോ വിളിപ്പേരാണോ? അല്ല, അവന്റെ ഒഫീഷ്യൽ പേരാ. ഒഫീഷ്യൽ അല്ലേ? ലോർഡ് ജീസസ്. വിവാഹം കഴിഞ്ഞിട്ട് ഒരു ഡിവോഴ്സ് ആയി നിൽക്കുക. ഓ യേശുവേ. ഈ സിംഗപ്പൂരിലാണ് മോൻ. ലോർഡ് ജീസസ്. എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ ഷാനുവേ എന്നിങ്ങനെ വിളിക്കുന്ന ഒരു വിളിയിലൂടെ ഞാൻ കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ആ വിളിക്കുന്ന ചിലപ്പം ഓമന പേരാകാം, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. എനിക്ക് അവൻ്റെ ഒഫീഷ്യലാണോ അവൻ്റെ വിളിപ്പേരാണോ എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരാൾ വിളിക്കുക എന്താ എന്നുള്ളത് കർത്താവ് പറയുന്നത്, അവനെ വിളിക്കുക, അവനെ ജീവിതത്തിലേക്ക് മടക്കി വരുത്തുവാൻ ഒരു വിളി അവൻ്റെ മേലേക്ക് വരിക. പിതാവേ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ അവൻ്റെ കുടുംബ ജീവിതത്തെ തകർക്കാൻ നോക്കിയത്, അവന്റെ ഭാവിയെ തകർക്കാൻ നോക്കിയത്,
ഇന്ന് കർത്താവെ, ഇന്ന് ഈ സഹോദരിക്ക് വേണ്ടി തന്നെയുള്ള ആലോചന കേട്ടോ, മറ്റാർക്കും അല്ല കേട്ടോ. ഇന്ന് കർത്താവ് അവനെ വിളിക്കുക സിസ്റ്റർ, അവനെ വിളിക്കുക. അവന്റെ മനസ്സും ശരീരവും ഒരേപോലെ ഇങ്ങനെ അകന്നു പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് കർത്താവ് അവനെ വിളിച്ചടിപ്പിക്കുക. ജീവനുള്ള ദൈവത്തെ വിളിക്കുന്നവരല്ലേ നമ്മൾ വിളിക്കുന്ന ദൈവം കല്ലോ മണ്ണോ ഒന്നും അല്ല, ജീവനുള്ള ദൈവമാണ് ജീസസ് ക്രൈസ്റ്റ്. ദുഷ്ടന്റെ ആശകളെ നശിപ്പിക്കുന്ന ദൈവമാണ്, അവന്റെ പദ്ധതികളെ തകർക്കുന്ന ദൈവമാണ്. അപ്പാ പിതാവെ, ഞാൻ ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രിയ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ അവന്റെ മേലേക്ക് ഒരു തീ ഇറങ്ങട്ടെ. അപ്പ അവനെ കുടുക്കി, അവന്റെ ജീവിതത്തെ തകർത്ത്, അവന്റെ ഭാവിയെ തകർത്ത്, അവന്റെ മാനസിക നിലയും കൂടെ തകർക്കാൻ നോക്കുന്ന, അവന്റെ ശരീരത്തെ നശിപ്പിക്കാൻ നോക്കുന്ന പൈശാചിക ശക്തിയെ നിന്നെ ആത്മാവിൽ വെട്ടിക്കീറി ഞങ്ങൾ മാറ്റുകയാണ്. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആമേൻ പറഞ്ഞ തലമുറയ്ക്ക് വേണ്ടി സ്വീകരിച്ചു. അവൻ ആള് മാറിയവനായി മാറാൻ പോവാ. അവന്റെ സന്തോഷം മടങ്ങി വരാൻ പോവാ. അവന്റെ ജീവിതം നന്നാകാൻ പോവാ. അവന്റെ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാകാൻ വേണ്ടി പോവാ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഏറ്റെടുത്തോ സിസ്റ്ററെ, ഇന്ന് ഈ കുടുംബത്തിന് വേണ്ടി തന്നെയുള്ള ആലോചന കേട്ടോത്. ഓ എന്റെ കർത്താവേ, ദൈവം എല്ലാം അറിയുന്നു. എന്റെ പ്രിയരെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദുഷ്ടന്റെ ആശകൾക്ക് നശിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ ഒറ്റ പ്ലാനിന് മാറ്റം വരത്തില്ല. നനൂഷല ബെനാഫ റസ്പെറ്റ ടെബേരിയ നനഹൂഷല ബ്രൈറ്റ ഫറു ഫറു ബനാലഗസി നനസിയ റസ്മിറ്റെലിയ മുഷല ഫാന. ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എൻ്റെ ഉള്ളത്തിൽ ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുക. ആ കുടുംബത്തിൽ രമ എന്ന് പറയുന്ന ഒരാളെ കാണിക്കുക. ഈ രമയുടെ അടുത്ത് ചേർന്നൊരു വ്യക്തി നിൽക്കുക. എനിക്ക് ആ വ്യക്തിയുടെ പേരിന്റെ പൂർണ്ണത കാണാൻ പറ്റുന്നില്ല, എനിക്ക് അത്രേ കാണാൻ പറ്റുന്നുള്ളൂ. എന്നാൽ ആ വ്യക്തിയുടെ തലയ്ക്ക് മീതെ എ എന്ന് പറയുന്ന ഒരു അക്ഷരം, പേരിന്റെ ആദ്യത്തെ അക്ഷരം എ എന്നുള്ള പേരിന്റെ ആദ്യത്തെ അക്ഷരം ഇങ്ങനെ വെളിപ്പെട്ട് നിൽക്കുക. ഈ രമയുമായിട്ട് ഈ വ്യക്തി ചേർന്ന് നിൽക്കുവാണ്, കരങ്ങൾ കോർത്ത് പിടിച്ച് നിൽക്കുക. ഇരുവർക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ മനസ്സിലേക്ക് വരിക. ആരാണോ ഈ രമയുമായി ബന്ധപ്പെട്ട ഈ പേരിൽ ആരംഭിക്കുന്ന വ്യക്തി കൂടെയുള്ളത്, ഇപ്പോൾ തന്നെ ഇന്ന് രണ്ട് വ്യക്തികളെ പറഞ്ഞു. രമ എന്ന് പറഞ്ഞ എന്റെ വൈഫിന്റെ പേരാണ് രമ. എയിൽ ആരംഭിക്കുന്നത് ആരാ? എയിൽ എന്റെ മൂത്ത മോളാണ്. മൂത്ത മോളാ? പേരെന്തുവാ മോളുടെ? ഏഞ്ചൽ. അതെ, ഏഞ്ചൽ. ലോർഡ് ജീസസ്, ഞാൻ ഇരുവരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയാ, അവര് ദുഃഖിക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല കേട്ടോ. ദുഃഖിക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഒത്തിരി അലഞ്ഞ ഭവനവ തമ്പുരാൻ. ഇന്ന് നോഹയുടെ പെട്ടകം പല രീതിയിൽ സഞ്ചരിച്ചു, പക്ഷെ ദൈവം ഉറപ്പിച്ചു എന്നാ പറഞ്ഞത്. കൂടാരവാസികളെ പോലെ നടക്കുക. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പിതാവേ, അങ്ങയുടെ കൃപ ആ ഭവനത്തിന്റെ മേൽ ഉണ്ടാകട്ടെ. ഓ ഹോളി സ്പിരിറ്റ്, യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ എല്ലാ നുഖങ്ങളെയും ഞങ്ങൾ ഒടിച്ചുവിടുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്റെ ഉള്ളത്തിൽ കർത്താവ് പറയുക, എല്ലാ പരിഹാസികളുടെ നടുവിൽ തമ്പുരാൻ മാനിക്കുക കേട്ടോ. ഓ യേശുവേ, ഇന്ന് കർത്താവിന്റെ അത്ഭുത കരം ഇന്ന് വെളിപ്പെടാൻ വേണ്ടി പോവാ. ചില വെല്ലുവിളി പോലെ ഇങ്ങനെ വന്ന് നിൽക്കുക. ഇന്ന് ദൂതന്മാരിറങ്ങി സ്ഥലത്തും വെട്ടി നീക്കും കേട്ടോ. ദൂതന്മാരിറങ്ങി സ്ഥലത്തും വെട്ടി നീക്കും. വലിയൊരു മാന്യത കർത്താവ് തരാൻ വേണ്ടി പോവാ. എന്റെ യേശുവേ, എന്റെ ഉള്ളത്തിൽ കർത്താവ് വരെ കുടുംബത്തിൽ ആർക്കും തരാത്ത രീതിയിൽ ഈ മോളെ ദൈവം ഉപയോഗിക്കും. കുടുംബത്തെ ദൈവം ശക്തമായിട്ട് അനുഗ്രഹിക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുക, ഈ ഉയർന്ന ഒരു നിലയിൽ, അതായത് ഒരു സ്ഥലമാണ്, ഒരു പ്ലേസ് ആണ്, ഒരു പൊക്ക പ്രദേശമാണ് ഞാൻ കാണിക്കുന്നത്. അവിടെ ഒരു സ്ഥലത്തേക്ക് ദൈവം നിങ്ങളെ ഒരു പദ്ധതിക്ക് വേണ്ടി പറിച്ചു നടും. എല്ലാ സൗകര്യങ്ങളോടും കൂടെ ഒരു വാക്തത്വത്തിലേക്ക് തമ്പുരാൻ പറിച്ചു നടും. ഒരു വാക്തത്വ ഭവനത്തിലേക്ക് പറിച്ചു നടും. ഞാൻ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു കേട്ടോ. നന്ദി പരിശുദ്ധാത്മാവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്നും ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. എൻ്റെ പ്രിയരെ പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ നമ്മൾ ജീവനുള്ള ദൈവത്തിന്റെ മക്കളാ.
ജീവനുള്ള ദൈവത്തിന്റെ മക്കളാ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. റംധീര ഫലാഷിയാൻ തെരേഖമനസിയാന്തിരി അർത്തീര ഷമാലിയ സെഫേനിയ. ജീസസ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്. ഈ സെഫന്യ എന്ന് പറയുന്ന ഒരു പേര് എൻ്റെ മനസ്സിലേക്ക് വരും. സെഫന്യ, സെഫന്യ. ഈ സെഫന്യയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ ഉള്ളത്തിലേക്ക് വരിക. സെഫന്യ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇപ്പോൾ തന്നെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ, ആ തലമുറയുടെ മേൽ ദൈവത്തിന്റെ പദ്ധതികളെ ഞങ്ങൾ അയച്ചു പ്രാർത്ഥിക്കുന്നപ്പ ദുഷ്ടന്റെ ആശകൾ നശിക്കും, അവൻ പല്ല് കടിച്ചുരുകും. എല്ലാ പ്രതിസന്ധികൾക്കകത്തുനിന്നും കർത്താവ് ഞങ്ങളുടെ നാമമഹത്വം എന്ന് വെളിപ്പെടും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ആരാണോ ആ മകളുമായിട്ട് ബന്ധപ്പെട്ടത് മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന സാഹചര്യത്തിൻ്റെ അകത്താണെങ്കിൽ മ്യൂട്ട് മാറ്റി പറയുക. സൂമിലല്ല, ഇനി മറ്റേതെങ്കിലും യൂട്യൂബിലൊക്കെ ഫേസ്ബുക്കിൽ എവിടെയെങ്കിലും ആണെങ്കിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. ആ മകൾക്ക് വേണ്ടി കർത്താവിൻ്റെ പ്രവൃത്തി ദൈവം അയക്കാൻ വേണ്ടി പോവാം. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഷന അറിയാം ചെലി സോഫന ലഹബന സ്പിനാറിയ Praise ലഖുൻസ. God, Pastor. പറഞ്ഞു. എനിക്ക് ഒരു സെഫന്യെ അറിയാം, എൻ്റെ ബന്ധുതയിലുള്ള ആ കൊച്ചിയുടെ ടൊറന്റോയിലുണ്ട്. ഉണ്ട്. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണേ. ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു ദുഃഖം കേൾപ്പിക്കണമെന്ന് വാദിച്ച് തലയ്ക്ക് മീതെ കിടക്കുക, ദുഃഖ വാർത്ത. അതിനെ ആത്മാവിൽ വെട്ടിവിടുക, അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം കേട്ടോ. ഓക്കെ പാസ്റ്റർ, അവരോട് താങ്ക് യു. അയക്കണം, അവരെ അറിയിക്കണം, പ്രാർത്ഥിക്കാൻ പറഞ്ഞ നമ്മൾക്ക് വേണ്ടി. ദുഷ്ടന്റെ ദൃഷ്ടി അവരിന്ന് വേരോടെ പിഴിഞ്ഞു മാറാൻ വേണ്ടി ദൈവം സഹായിക്കും കേട്ടോ. ദൈവം ഓക്കെ അത്ഭുതമാക്കും. പാസ്റ്ററെ, താങ്ക് യു ലോർഡ് പാസ്റ്റർ. ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ എൻ്റെ ഉള്ളത്തിൽ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു പിതാവിന്റെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. സ്റ്റീഫൻ. ഞാൻ ഈ സ്റ്റീഫന്റെ ഭവനത്തിൽ ഞാനിങ്ങനെ ഒരു പ്രസൻസ് പോലെ ഞാൻ കാണുക, ഒരു പ്രസൻസ് പോലെ, ഈ ഒരു കൈ കൂപ്പി നിൽക്കുന്ന ഒരു ചിത്രം പോലെ ഞാൻ കാണുന്നത്. റിയൽ ചിത്രമാണോ ദർശനമാണോ എന്നൊരു കാര്യത്തിൽ മാത്രമേ എനിക്കൊരു ഇതുള്ളൂ. ഒരു കൈ കൂപ്പി നിൽക്കുന്ന ഒരു ചിത്രം പോലെ എൻ്റെ മനസ്സിൽ കാണുക. സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനമാണ് കാണിക്കുന്നത്. സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു പിതാവിന്റെ ഭവനമാണ് ഞാൻ കാണുന്നത്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഒരു പ്രാർത്ഥനയുടെ എന്താ പറയുന്നത്, ഒരു അന്തരീക്ഷം ആ ഭവനത്തിൻ്റെ അകത്ത് ഉയർന്നു വരിക. ലോർഡ് ജീസസ്. ചെങ്ങല പോലെ ദൈവത്തിന്റെ ദൂതന്മാര് ആ ഭവനത്തിലേക്ക് ഇറങ്ങും. ഈ ദിവസങ്ങളിൽ വേർപെടുത്തിക്കൊണ്ട് പോകാൻ നിൽക്കുന്ന ചിലതിനെ കർത്താവിന്റെ ദൂതന്മാരവിടെ പിടിച്ചു നിർത്തുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. ആരാണോ സ്റ്റീഫന്റെ ഭവനം, ഇപ്പോൾ തന്നെ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ ഒരു വീടാ. ഈ ഒരു ചിത്രമോ മറ്റെന്തെങ്കിലും നിങ്ങളുടെ ഭവനത്തിലുണ്ടോ? ഈ കൈ കൂപ്പി നിൽക്കുന്ന ഒരു ചിത്രം, അതൊരു ദർശനമായിട്ടാണോ അതോ ആ ഒരു ചിത്രമായിട്ടാണെന്ന് മാത്രം എനിക്കൊരു ഡൗട്ട്. കാര്യം ഞാൻ അതിനൊരു ലൈറ്റ് കവർ ചെയ്തിട്ടാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉള്ള ഭവനമാണോ അതോ അങ്ങനെ ഇല്ലാത്ത ഭവനമാണോ? സ്റ്റീഫന്റെ വീട് ഏതാ കേട്ടോണ്ടിരിക്കുന്നതിന്റെ അകത്ത്? സ്റ്റീഫൻ എന്റെ മരുമോനാ ബ്രദറെ. സ്റ്റീഫൻ മരുമോനാ. ഇവിടെ എവിടെയെങ്കിലും ഒരു അപ്പൊ എനിക്ക് ആ പച്ച ബാഗ് ശ്രീകുട്ടൻ. അവർക്കൊരു കടയുണ്ട്, അതിന്റെ എംബളം അതുപോലെ ഇരിക്കുന്നേ. ഈ പറഞ്ഞ പോലെ ഇരിക്കുന്നത്. ഓ സ്വോത്രം. ഈ കൈ കൂപ്പി നിൽക്കുന്നത് പോലെ കൈ കൂപ്പി അതുപോലൊക്കെ, അതുപോലെ ചെറുതായിട്ട് അതേപോലൊക്കെ തോന്നും. അതുപോലെ തോന്നുന്ന കടയാ. അതെ. ലോർഡ് ജീസസ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണ്ട് പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം വേണം. അത് ദൈവത്താൽ സംഭവിക്കും. ചിലതിനെ വേർപെടുത്തിക്കൊണ്ട് പോകാൻ നിൽക്കുന്നതിനെ കർത്താവ് ഇന്ന് അവിടെ ദൂതന്മാരുടെ ഒരു സംഘം നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ ആത്മാവിൽ കാണുക. വേർപെടുത്തിക്കൊണ്ട് പോകാൻ സമ്മതിക്കത്തില്ല. ഞാൻ യേശു ക്രിസ്തുവെ ഞങ്ങളുടെ നാമത്തിലുള്ള അധികാരത്തെ ഉപയോഗിക്കുന്നു. ദുഷ്ടപിശാചിന്റെ മേഖലകളെ ആത്മാവിൽ വെട്ടിമാറ്റുന്നപ്പ നന്മയായി തീരട്ടെ, സാക്ഷ്യമായി തീരട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. ലോർഡ് ജീസസ്. ഷിൻഡര ഫെറാലിയാ. ജീസസ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്. യേശുവേ ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കുന്നപ്പം ഞാനൊരു ബാഗ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ആ ബാഗിൻ്റെ ഈ ഇടതുവശത്തെ സിബ്, അതായത് നമ്മൾ ഡ്രസ്സെല്ലാം എടുക്കുന്ന ഇച്ചിരി വലിയ ബാഗാണ്, നീണ്ടിരിക്കുന്ന ഒരു ബാഗാണ്.
അതിൻ്റെ ഇടതുവശത്തുള്ള ഒരു സിബ് ഇങ്ങനെ തുറന്നിട്ടിരിക്കുക. ആ സിബ് തുറന്നിട്ടിരിക്കുമ്പോൾ തന്നെ ആദ്യം കൈയിടുമ്പം ഒരു തുണി, ഒരു ബ്ലാക്ക് കളറിൽ ഇരിക്കുന്ന ഒരു തുണിക്കഷ്ണം അതിൻ്റെ അകത്ത് പൊങ്ങി നിൽപ്പുണ്ട്. അതായത് ഈ ബാഗ് ഇരിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ ഇടതുവശത്തെ സിബ് തുറന്നു കിടക്കുവാണ്. അതിൻ്റെ അകത്ത് ഒരു ബ്ലാക്ക് കളറിൽ ഒരു ഡ്രസ്സിന്റെ ഭാഗം പൊങ്ങി നിൽക്കുന്നുണ്ട്. ഇതൊരു സ്ഥലത്ത്, പ്രത്യേകിച്ച് ഈ ബാഗിന്റെ ഉടമസ്ഥന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അത് ആരുടെ ഭവനത്തിലാണോ അത് ഇരിക്കുന്നത്, ഈ ഇടതുവശത്തെ ഈ പോക്കറ്റിൽ, ബാഗിന്റെ കള്ളിയിൽ അഥവാ പോക്കറ്റിൽ അതിൻ്റെ അകത്ത് തന്നെ കാണാൻ പറ്റും ബ്ലാക്ക് കളറിലെ ഡിസൈനുള്ള ഒരു ഡ്രസ്സിന്റെ ഭാഗം പൊങ്ങി നിൽപ്പുണ്ട്. കാണാൻ പറ്റും ചെല്ലുമ്പോൾ തന്നെ, തുറന്നു വെച്ചതിൻ്റെ അകത്ത്. അതേത് ബാഗാണോ, അതെവിടെയാണോ ഇരിക്കുന്നത്, ആരുടെ ഭവനത്തിലാണോ, ഇന്ന് അതിൻ്റെ ഉടമസ്ഥൻ ആരാണോ, ആ വ്യക്തിക്ക് വേണ്ടി എൻ്റെ ഉള്ളത്തിൽ പ്രാർത്ഥിക്കുവാൻ ഒരു നിയോഗം വരിക. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവേ, ഞങ്ങളുടെ കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ. അത് മാത്രമല്ല, ഒരു യാത്ര പറഞ്ഞു. ബ്രദറെ, ആ ബ്രദറെ, അത് എന്റെ ബാഗല്ല, സജിത സിസ്റ്ററുടെ ബാഗാണ്. അത് എന്റെ കയ്യിൽ ഇരിക്കുന്നത്. എന്റെ ചുരിദാർ ഒരു ബ്ലാക്ക് കളർ, അത് ഈ ഇടതുവശത്ത് തുറക്കുന്ന അവിടെ തന്നെ ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുവാണ്. അത് ആരുടെ ബാഗ് സിസ്റ്ററെ? സജിത സിസ്റ്ററുടെ ബാഗാണ്. അത് എന്റെ കയ്യിൽ, ഞാൻ എന്റെ കുറച്ച് സാധനം കൊണ്ടുവരാൻ ഞാൻ അത് എടുത്തോണ്ട് വന്നതായിരുന്നു. സിസ്റ്ററുടെ ബാഗ് അല്ലത്. ഇപ്പൊ അത് ഈ പറഞ്ഞ പോലെ ബാഗിന്റെ സൈഡിലത്തെ കള്ളിയിൽ ഈ പറഞ്ഞ പോലെ ഡ്രസ്സ് പൊങ്ങി നിൽപ്പുണ്ടോ? ഉണ്ട്. ഉണ്ട്. ബ്രദർ സിസ്റ്ററെ, ഞങ്ങൾ ഇത് കാണാൻ വല്ല വഴിയുണ്ടോ? ഇല്ല. അതിന്റെ ഉടമസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അതിന്റെ ഉടമസ്ഥൻ ആരാണോ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് എൻ്റെ ഉള്ളത്തിൽ പറയുന്നത്. ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററെ, ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കോണം. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ ദുഷ്ടന്റെ ആശകൾ നശിക്കും. അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ, കർത്താവെ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, ദൈവാത്മാവിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ, ദുഷ്ടപിശാചിന്റെ പദ്ധതികളെ ഞങ്ങൾ ആത്മാവിൽ വെട്ടി പ്രാർത്ഥിക്കുന്നപ്പോ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ, എന്നോട് സംസാരിക്കണമേ. നമ്മളെ പരീക്ഷിക്കാനിരിക്കുന്നവരല്ല, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനിരിക്കുന്നവരല്ലേ. ദൈവം എന്നോട് ഇടപെടണം. ദൈവം എങ്ങനെ ഇടപെടും? നമ്മൾ പറഞ്ഞില്ല, ഇങ്ങനെ തന്നെയാണോ ദൈവം സംസാരിക്കുന്നത്, ഇതുപോലെയൊക്കെയാണോ? നിങ്ങൾ ദൈവത്തെ അളക്കാൻ പോകരുത്. കർത്താവ് എങ്ങനെയും നമ്മളോട് സംസാരിക്കും, എങ്ങനെയും ദൈവം ഇടപെടും. ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്, ദൈവത്തിന് നിങ്ങളെ സഹായിക്കുവാൻ ആഗ്രഹമുണ്ട്. പരിശുദ്ധാത്മാവേ, കർത്താവിന്റെ വചനം പറഞ്ഞതുപോലെ പ്രവചനം തുച്ഛീകരിക്കരുതേ, ദൈവത്തിന്റെ ആലോചനയോട് മറുതിരിക്കരുതേ. പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ, അങ്ങ് എന്നോട് സംസാരിക്കുന്ന ദൈവമാണ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയാം, കിഷോറിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ പറയുക. കിഷോറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഈ കിഷോറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ തന്നെ ഞാൻ ഒരു ഭവനം ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഒരു ദർശനം എനിക്ക് വരിക. കിഷോറിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വീടിന്റെ മുറ്റത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം ഇടതുവശത്തായിട്ടൊരു പേരമരം നിൽക്കുന്ന ഒരു വീട് ഞാൻ കാണുക. ഈ കിഷോറിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം അങ്ങനെ ഒരു വീടും കൂടെ ഞാൻ കാണുക. ഇനി കിഷോർ താമസിക്കുന്ന വീടാണോ അതോ കിഷോറുമായിട്ട് ബന്ധമുള്ള വീടാണോ, ഇതേ അടയാളമുള്ള വീടും കിഷോറിനെയും കാണിച്ചുകൊണ്ടിരിക്കുക. ആരാണോ ഈ കിഷോറുമായിട്ട് ബന്ധപ്പെട്ടത്, യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്. ഇത് രണ്ട് സ്ഥലമാണോ അത് ഒരു വീട്ടിൽ തന്നെയാണോ, ഇതിലെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കേ അറിയത്തുള്ളൂ. കിഷോറുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, പ്രത്യേകിച്ച് ഈ ഭവനത്തിൻ്റെ അകത്ത് ഈ വ്യക്തിക്ക് വേണ്ട ഒരു കാര്യം കർത്താവിൻ്റെ നാമത്തിൽ സംഭവിക്കാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ്, യേശുവിൻ്റെ, ചിലപ്പോൾ അവൻ ഇവിടെ താമസിക്കുന്ന ഇവിടെ ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ ഇവനുമായിട്ട് ബന്ധമുള്ളൊരു വീടായിരിക്കാം. പക്ഷെ ആ വീട്ടിൽ നിന്ന് ഈ വ്യക്തിക്ക് വേണ്ട ഒരു കാര്യത്തെ റിലീസാകും. ഞാനിപ്പോൾ തന്നെ അത് പ്രാർത്ഥിക്കുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ ആ കിഷോറുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ, കർത്താവെ, അങ്ങയുടെ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു, അങ്ങയുടെ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. ലോർഡ് ജീസസ്, അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നല്ലോ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നല്ലോ.
അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായ പ്രവർത്തികളെ അങ്ങ് അയക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, എവിടെ ഇരുന്നുകൊണ്ടാണോ ഈ മകന് വേണ്ടി പ്രാർത്ഥനയോടെ ആഗ്രഹിക്കുന്നത്, ആ വ്യക്തിക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഹാലേലൂയ, ഹാലേലൂയ. ഓ എൻ്റെ യേശുവേ, ഞാനിന്ന് റിലീസ് ചെയ്യുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ ഉള്ളത്തിൽ മാർച്ച് 8 ജനിച്ച ഒരു വ്യക്തിയുടെ ഭവനത്തെ കാണിച്ചുകൊണ്ടിരിക്കുക. മാർച്ച് 8 ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് 14 വർഷം പഴക്കമുള്ള ഒരു പ്രതിസന്ധി ആ ഭവനത്തിൽ നിന്ന് വിട്ടു മാറാൻ വേണ്ടി പോവാ. മാർച്ച് 8 ജനനം സംഭവിച്ച ഒരു ഭവനം. എൻ്റെ യേശുവേ, ഞങ്ങളിപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നപ്പാ. അതാരുടെ ഭവനമാണ്? പറഞ്ഞു. എന്റെ കൊച്ചുമോന് മാർച്ച് 8 ഉള്ളത്. മാർച്ച് 8 ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ബ്രദർ, എന്റെ അമ്മയുടെ ജനനം മാർച്ച് 8. എന്റെ മോൻ മാർച്ച് 8 മാർച്ച് 8 ഒരു മേശയുടെ മുകളിലേക്ക് ഒരു ബാഗ് എടുത്തു വെച്ചിരിക്കുന്ന വീട് ഏതാ? ഒരു ടേബിൾ, അതായത് നമ്മളൊരു മേശ എന്ന് പറഞ്ഞാൽ ഒരു തട്ട് പോലെയാണ് അതിരിക്കുന്നത്. അതിന്റെ മുകളിലോട്ടൊരു ബാഗ് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുക. നമ്മൾ സിബൊക്കെ ഉള്ള നീണ്ട അതായത് നമ്മൾ സാധാരണ ബാഗല്ല, നമ്മൾ സാധാരണ ലഗേജ് പോലെ ഉപയോഗിക്കുന്ന ഒരു ബാഗ് പൊക്കത്തിൽ, മേശ എന്ന് പറഞ്ഞാൽ ഒരു തട്ടിലോട്ട് അത് കയറ്റി വെച്ചിരിക്കുക. ആ ഒരു ബാഗ് കയറ്റി വെച്ചിരിക്കുന്ന ഒരു വീടാണ് ഞങ്ങൾ. അത് ഏത് വീട്ടിലായിരിക്കുന്നത്? താഴെയല്ല, നിലത്തല്ല ഈ ബാഗ് ഇരിക്കുന്നത്, പൊക്കത്തിലോട്ട് കയറ്റി വെച്ചിരിക്കുക. അത് ഏത് വീട്ടിലാണോ ഈ അടയാളം ഇരിക്കുന്നത്, ആ കുടുംബം ഏതാണോ, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണേ. കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഒരുക്കുക. നന്ദി യേശുവേ. ഒന്ന് ചെക്ക് ചെയ്തേ ബാഗ് എവിടെ ഇരിക്കുന്നെന്നുള്ളത്, ഏത് മുറിയിലായിരിക്കുന്നുള്ളത്, എവിടെയാണ് ആ ബാഗ് ഇരിക്കുന്നുള്ളത്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാനിപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആ ഭവനത്തിൽ കർത്താവിന്റെ നാമത്തിൽ, പ്രത്യേകിച്ച് മാർച്ച് 8 ജനിച്ച വ്യക്തി, കർത്താവെ ഞങ്ങൾ പൊതിഞ്ഞ് പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവിന്റെ നാമത്തിൽ എല്ലാ നെഗറ്റീവുകളെയും ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. അത്ഭുതമായി തീരട്ടെ, സാക്ഷ്യമായി മാറട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ബാക്കി എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത്, ആലോചന സൂമിലുള്ളവരുമായിട്ടാണ് ബന്ധപ്പെടുന്നെങ്കിൽ അവർ മാത്രം മ്യൂട്ട് മാറ്റുക. അനാവശ്യമായിട്ട് സംസാരിക്കുന്നവരൊക്കെ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തേ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. പറഞ്ഞു. കിഷോർ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു റിലേഷനാണ് കിഷോർ. ആ കുട്ടി മിലിറ്ററിയിലാണ്. പിന്നെ പേരമരത്തിന്റെ കാര്യം അറിയില്ല. പിന്നെ പേപ്പർ ഇടാൻ വരുന്നുണ്ട് ഒരു കുട്ടി, ആ കുട്ടിയും കിഷോറാണ്. ഒരു പേരമരത്തോന്ന് അറിയാൻ ചോദിച്ചിട്ട് പറയാം കേട്ടോ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, നന്ദി കർത്താവേ, നന്ദി യേശുവേ. അങ്ങയുടെ കൃപയ്ക്കായി ഞാൻ സ്തുതിക്കുന്നപ്പം. ലോർഡ് ജീസസ്, അങ്ങയുടെ നാമമഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യുന്നല്ലോ അപ്പാ. ദുഷ്ടന്റെ ആശകൾ നശിക്കുവാൻ പല്ല് കടിച്ചുരുകിപ്പോകും. ഇതിൻ്റെ അകത്ത് പരീക്ഷണാർത്ഥം വന്ന് കേൾക്കുവാൻ നിൽക്കുന്നവരെ ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളുടെ അകത്ത് കൺഫർമേഷനുകൾ ഉണ്ടായി വരട്ടെ, കൺഫർമേഷനുകൾ ഉണ്ടായി വരട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ വികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ഹാലേലൂയ, ഹാലേലൂയ. ഓ യേശുവേ, ഈ ഞാനൊരു, ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഞാനൊരു വ്യക്തിയുടെ കയ്യെ ഇങ്ങനെ കാണിക്കുക. നമ്മുടെ മ്യൂസിക് സിസ്റ്റം, സൗണ്ട് സിസ്റ്റത്തിന്റെ അകത്തു നിന്നും കുറേ കാലങ്ങൾക്ക് മുമ്പ് കറണ്ട് അടിച്ചിട്ട് ഈ കയ്യേല്, അതായത് നമ്മുടെ കൈപ്പത്തിയുടെ ആ ഭാഗത്ത് കയ്യേലോട്ട് ഈ കറണ്ട് അടിച്ച് കൈക്ക് ചെറുതല്ല, അത്യാവശ്യം നല്ല രീതിയിലൊരു ബുദ്ധിമുട്ടുണ്ടായ ഒരു വ്യക്തിയെ അത് മ്യൂസിക് സിസ്റ്റത്തിൽ നിന്ന് കറണ്ട് അടിച്ചത് കയ്യേല് വല്ലാത്ത രീതിയിൽ അത് ബുദ്ധിമുട്ടായിട്ട് കൈക്കത് മാറി. അത് ഇച്ചിരി പഴക്കമുള്ളതാണ്, കുറേ കാലം മുമ്പ് സംഭവിച്ചതാണ്. എന്നാൽ ആ ഒരു ടൈം
എടുത്തെൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് 2003 വർഷം ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതാ. അതാരാണോ ആ വ്യക്തി, ആ മ്യൂസിക് സിസ്റ്റത്തിൽ നിന്ന്, സൗണ്ട് സിസ്റ്റത്തിൽ നിന്ന് കരണ്ട് അടിച്ചിട്ട് കൈക്കാണ് ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയും ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് 2003 വർഷം വളരെ പറയാൻ വേണ്ടിയാണ് സൗകര്യങ്ങളെ മ്യൂട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അല്ല എങ്കിൽ എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്യണേ. പറയാനുള്ള അല്ലാത്തവരെല്ലാം ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തേ. അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്തേ. ആലോചന സൂമിലുള്ളവരെ കാണാൻ ഇടപെടുന്നെങ്കിൽ മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ നിങ്ങൾ മ്യൂട്ട് മാറ്റുക. അല്ലാത്ത പക്ഷം നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യണവേ. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് കർത്താവ്, ഞാൻ ആ കുടുംബത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. അനർത്ഥങ്ങൾ ഓരോന്നായി അവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ മാറി മാറി വരുന്നതിനെ ഇപ്പോൾ തന്നെ അതിനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. സ്പിരിച്വൽ വേൾഡിൽ അതിന് മറുപടിയുണ്ട്. സ്പിരിച്വൽ വേൾഡിൽ അതിന് മറുപടിയുണ്ട്. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നല്ലോ. അത്ഭുതമായി തീരട്ടെ അപ്പ. ആ വ്യക്തികളുടെ ജീവിതം ഒരു അത്ഭുതമായി തീരട്ടെ. അനർത്ഥം വിട്ടു ഒഴിയട്ടെ, അബാധ വിട്ടു ഒഴിയട്ടെ. പ്രാർത്ഥിച്ചെന്ന് അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ കൈ ഉയർത്തുമ്പം വേദനയുള്ള സഹോദരനില്ലാത്തതുകൊണ്ടോ? കൈകൾ ഉയർത്തുമ്പം വേദനകളുള്ളവര്? കൈ ഉയർത്തുമ്പോ വേദനയാ. കൈ സാധാരണ ഇടുമ്പോ കുഴപ്പമില്ല, പക്ഷെ ഉയർത്തുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ, വേദനയാ. അങ്ങനെയുള്ളവർ ഇതിൻ്റെ അകത്തുണ്ടോ? നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ. കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ വില കൊടുത്തതാണ്. കർത്താവിന്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യം വന്നതാണ്. കർത്താവ് ഏറ്റ ഓരോ മുറിവുകളും നിങ്ങളുടെ ആരോഗ്യവും സൗഖ്യം. സഹോദരങ്ങളെ പിടിച്ചെടുത്തോണം. സൗഖ്യം നമ്മുടെ അവകാശമാണ്. ആ വേദനയുള്ള രണ്ട് കയ്യിലുമാണ് വേദനയെങ്കിൽ ആ രണ്ട് കൈയും ചേർത്ത് പിടിക്കുക. ഇനി ഏത് കയ്യിലാണ് വേദനയുള്ളത്, ആ ഉയർത്തുമ്പോൾ എവിടെയാണോ നിങ്ങൾക്ക് കൈക്ക് ബുദ്ധിമുട്ടുള്ളത് ആ ഭാഗത്ത്, വേദനയുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച് കർത്താവായ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നമുക്ക് നാളെ ഉപവാസത്തോടെ നമ്മൾ അന്യഭാഷയിൽ ഇരിക്കുകയാണ്. രാവിലെ ഇന്ത്യൻ സമയം 10:30 മുതൽ ഈവനിങ് നമുക്ക് 6:30 വരെ, 6 മണി 6:30 വരെ നമുക്ക് പ്രാർത്ഥനയോടെ അന്യഭാഷയിൽ കണ്ടിന്യൂസ് നമ്മൾ അന്യഭാഷ പ്രാർത്ഥനയും വചനങ്ങളെ പ്രഖ്യാപിക്കുകയാണ്. അന്യഭാഷ വരം ആഗ്രഹിക്കുന്നവരും അഭിഷേകം ആഗ്രഹിക്കുന്നവർക്കും അതിൽ പങ്കുചേരാം. കർത്താവിനാൽ ഉപയോഗിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പങ്കുചേരാം. കർത്താവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള സഹോദരങ്ങൾ നാളെ ഉണ്ടെങ്കിൽ സെയിം ലിങ്ക്, നമ്മുടെ സൂമിന്റെ സെയിം ലിങ്ക് തന്നെയാണ്. അല്ലാതെ ഞാൻ നോട്ടിഫിക്കേഷൻ അയച്ചിട്ടുണ്ട്. ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ളവർ, എല്ലാവർക്കും ആഗ്രഹമുള്ളവരാണെങ്കിലും നാളെ ഫ്രൈഡേ ആണ്. അതിൻ്റെ അകത്ത് കൂടാൻ ആഗ്രഹിക്കുന്നവർ, സാഹചര്യമുള്ളവർ ആ ലിങ്കിൽ 10:30 ആകുമ്പം പ്രാർത്ഥന ആരംഭിക്കും. അതിൽ കയറുക. ശനിയാഴ്ച നമുക്ക് പത്തനംതിട്ടയിൽ, നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ പറ്റും, ലൊക്കേഷൻ കാണാൻ പറ്റും. പത്തനംതിട്ടയിൽ നമുക്ക് പ്രയർ സ്റ്റേഷന്റെ പ്രാർത്ഥന നടക്കുന്നുണ്ട്. ശനിയാഴ്ച രാവിലെ 10:30 മുതൽ 1:30 വരെയാണ് പ്രാർത്ഥന. 11 മണിക്ക് വരാൻ നിൽക്കരുത്, 10:30 വരാൻ നിൽക്കരുത്, 12 മണിക്ക് വരാൻ നിൽക്കരുത്. നേരത്തെ പ്രാർത്ഥനയോടെ വരിക. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പകർച്ചയ്ക്ക് അവിടെ നടക്കും. നിങ്ങളെ ശുശ്രൂഷയിലേക്ക് വളർത്തിയെടുക്കുന്ന, കർത്താവിന് പ്രയോജനപ്പെടുന്നവരാക്കി കർത്താവ് നിങ്ങളെ മാറ്റും. വലിയൊരു ആത്മപകർച്ച ഉണ്ടാവും. നിങ്ങളിലൂടെ ദൈവരാജ്യം പ്രസംഗിക്കപ്പെടും. രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ പുറത്തു പോകും. ദൈവരാജ്യം വളർത്തുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. പ്രയർ സ്റ്റേഷനിൽ വരിക. അന്യഭാഷ പ്രാർത്ഥനയുണ്ട്. ഡെലിവറൻസ് മീറ്റിംഗ് ആണ്. പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസ് മീറ്റിംഗ് ആണ്. രോഗികളായിട്ട് ഉള്ളവരെയൊക്കെ ഓട്ടോറിക്ഷ പിടിച്ചാണെങ്കിലും കൂട്ടിക്കൊണ്ട് വരിക. കർത്താവ് അവരെ സൗഖ്യമാക്കും. മഹത്വം ദൈവത്തിനുള്ളതാണ്. പ്രാർത്ഥനയോടെ കൂട്ടിക്കൊണ്ട് വരിക. അവരെ ബലപ്പെടുത്തുക. യേശുക്രിസ്തു അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും.
ഇന്ന് കരത്തിന്റെ അകത്ത് വേദന ഉള്ളവർ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. ഒരു നിമിഷം സഹോദരങ്ങളെ കണ്ണടച്ച് ഈ കൂട്ടത്തിൽ വേദന ഉള്ളവരെല്ലാം കണ്ട് ഒന്ന് കണ്ണടച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്ത കർത്താവിനെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ടോ? ആ 3 ആണിമേൽ തറയ്ക്കപ്പെട്ട കർത്താവിനെ കാണാൻ പറ്റുന്നുണ്ടോ? ആ ശരീരത്തിന്റെ അകത്ത് ഏറ്റവും മുറിവ് കാണാൻ പറ്റുന്നുണ്ടോ? വചനം പറയുന്നത് പോലെ ഇന്ന് കർത്താവിനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം കർത്താവ് നിന്ദിതനായി തീർന്നു. ഇളയ തൈ പോലെ ആയി തീർന്നു. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ വിരൂപനായി തീർന്നു. കർത്താവിന്റെ താടി രോമങ്ങൾ നാണയത്തൊട്ടുകൊണ്ട് അവർ പിഴുതെടുത്തു. ശരീരത്തെ അവർ മാറി മാറി ചാട്ടവാർ കൊണ്ട് അടിച്ചു. 3 ആണികൾ കർത്താവിന്റെ ശരീരത്തിൽ തറച്ചു കയറ്റി. ഇതെല്ലാം ഏൽക്കുമ്പോഴും കർത്താവെ എനിക്കിത് വേണ്ട, നോ പറഞ്ഞ് ദേഷ്യപ്പെട്ട് കർത്താവെ അങ്ങ് കയറിപ്പോകാഞ്ഞത് എന്താണ് കർത്താവെ? തമ്പുരാൻ പറയും, എൻ്റെ വേദനകൾ, നിങ്ങളുടെ വേദനകൾ മാറേണ്ടതിന്, രോഗങ്ങൾ മാറേണ്ടതിന്, സകല പൈശാചിക ശക്തികളിൽ നിന്ന് മോചനം ലഭിക്കേണ്ടതിന് കാൽവരി ക്രൂശിൽ അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം ലഭിച്ചു. പ്രിയരെ, കൈയെടുത്ത് വെച്ച് യേശുവിന്റെ നാമത്തിൽ കർത്താവ് കരത്തിന്റെ മേലേക്ക് കർത്താവിന്റെ അഭിഷേകത്തിന്റെ ഒരു തീ കത്തുന്നല്ലോ അപ്പ. ഓ, ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾസ്, ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾസ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. കർത്താവായ യേശുവിന്റെ മുറിവിൽ രോഗസൗഖ്യമുണ്ട്. ഇപ്പോൾ തന്നെ രോഗശക്തിയോട് ഞങ്ങൾ കൽപ്പിക്കുന്നു, ആ ശരീരത്തിന്റെ അകത്തുനിന്നും ഇറങ്ങ് യേശുവിന്റെ നാമത്തിൽ. ആ വേദനയോട് കൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ഇറങ്ങ്. കർത്താവ് ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നപ്പ ആ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. എല്ലാ വേദനകളോടും കൽപ്പിക്കുന്ന കരത്തിന്റെ മേൽ തീ ഇറങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓ കർത്താവെ, അങ്ങയുടെ സൗഖ്യം വ്യാപരിക്കുന്നു, സൗഖ്യം വ്യാപരിക്കുന്നു, അത്ഭുതം വ്യാപരിക്കുന്നു, അത്ഭുതം വ്യാപരിക്കുന്നു, അത്ഭുതം വ്യാപരിക്കുന്നു, അത്ഭുതം വ്യാപരിക്കുന്നു. ജീവന്റെ വ്യാപാരം വെളിപ്പെടുന്നു. ഓ കർത്താവെ, അങ്ങയുടെ അഭിഷേകത്തിന്റെ തീ, അഭിഷേകത്തിന്റെ തീ, അഭിഷേകത്തിന്റെ തീ, അഭിഷേകത്തിന്റെ തീ അവിടെ ഇറങ്ങുന്നല്ലോ അപ്പ. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവെ, അങ്ങ് സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. സഹോദരങ്ങളെ, ഇപ്പൊ കൈവച്ച് പ്രാർത്ഥിച്ച സഹോദരങ്ങൾ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ. നിങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നോ? കൈവച്ച് പ്രാർത്ഥിച്ചോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. പ്രാർത്ഥിച്ചെങ്കിൽ പ്രാർത്ഥിച്ചെന്ന് പറ. പ്രാർത്ഥിച്ചു ബ്രദർ. എന്നാ വ്യത്യാസം? ഇപ്പൊ കൈ പൊന്തിക്കാൻ പറ്റുന്നുണ്ട്, ഉയർത്താൻ പറ്റുന്നുണ്ട്, വേദന പോയി. അതായത് നേരത്തെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വേദനയുണ്ട്, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഇപ്പൊ വേദന ഇല്ല, കൈ പൊന്തിക്കാൻ പറ്റുന്നുണ്ട്. പൊന്തിച്ചു വെച്ചിരിക്കുക ബ്രദർ. ഓ എന്റെ കർത്താവേ, നേരത്തെ ഉയർത്താൻ പറ്റത്തില്ലായിരുന്നു. യേശുവേ, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. സൗരി പറഞ്ഞാൽ കൈ ഉയർത്താൻ കഴിയത്തില്ലായിരുന്നു, ഇപ്പൊ പ്രാർത്ഥനയ്ക്ക് മുമ്പ് വരെ അങ്ങനെയായിരുന്നു, ഇപ്പൊ കൈ ഉയർത്താൻ പറ്റുന്നുണ്ട്. കർത്താവ് സൗഖ്യമാക്കിയത് നന്ദി, ആമേൻ. അടുത്തയാള് ചെക്ക് ചെയ്തേ, സൗരങ്ങളെ ചെക്ക് ചെയ്തേ. ആ കൈക്ക് വേദന ഉണ്ടായിരുന്നവരാണോ മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്? എന്നാ വ്യത്യാസം? വേദന ഉണ്ടായിരുന്നു. ആ കൈ പ്രാർത്ഥിച്ചപ്പോ എന്നാ വ്യത്യാസം? പ്രാർത്ഥിച്ച സഹോദരങ്ങളെ, നിങ്ങളുടെ ശരീരത്തിൽ എന്തുവാ വ്യത്യാസം? ചോദ്യം കേട്ടില്ല നിങ്ങള്? ആ കരം വെച്ച് പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? വ്യത്യാസം ഇല്ല. വ്യത്യാസം ഉണ്ടായിട്ടില്ല. ആ എത്ര പേർക്ക് വ്യത്യാസം വന്നില്ല? വന്നിട്ടില്ല, വ്യത്യാസം വന്നിട്ടില്ല. 1 2 എത്ര പേര് വന്നില്ല? ഒരാൾക്ക് വ്യത്യാസങ്ങളൊന്നും വന്നില്ല. ആ കേട്ടെ, കേട്ടെ, എത്ര പേർക്ക് വ്യത്യാസം വരാത്തവരുണ്ട്? വ്യത്യാസം വന്നിട്ടില്ല. ആ ഇനി വ്യത്യാസം വരാത്തവര് വെയിറ്റ് ചെയ്ത്. ഒരാള് വ്യത്യാസം വന്നവരുണ്ട്, വ്യത്യാസമല്ല സൗഖ്യം വന്നവരുണ്ട്. ഇനി വ്യത്യാസം വരാത്തവരൊന്ന് വെയിറ്റ് ചെയ്യുക. സൗഖ്യമായവരുണ്ടോ? സൗഖ്യമായവർ എത്ര പേരുണ്ട് ഇതിൻ്റെ അകത്ത്? ആ കൈക്ക് വേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കൈക്കകത്തൊരു മാറ്റം വന്നു എന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഒരാളെ ഉള്ളായിരുന്നോ? സിസ്റ്റർക്ക് മാറി 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 മറ്റാർക്കും മാറ്റം വന്നില്ല? ഇല്ല. കൈ എടുത്ത് വെച്ച്
ആ മാറാത്തവര് കൈയെടുത്ത് വെച്ച്, കൈവച്ചോ, കൈവച്ചോ. കൈവച്ചു. ആ കേട്ടെ, സൗഖ്യം നിങ്ങളുടെ ആവശ്യമല്ല, സൗഖ്യം നിങ്ങളുടെ അവകാശമാണ്. കർത്താവ് ജീവൻ കൊടുത്തിട്ടാണ് നമുക്ക് സൗഖ്യം നേടിത്തന്നിരിക്കുന്നത്. കാൽവരി ക്രൂശിൽ ആ മുറിവേറ്റതും അടി കൊണ്ടതും ബ്രദർ പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല, പകരം യേശു ഏറ്റ വിലയാണ്. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമുണ്ട്, അത് പിടിച്ചെടുക്കുക. വാക്തത്വം നിങ്ങളുടെ അവകാശമാണ്, ആരോഗ്യം നിങ്ങളുടെ അവകാശമാണ്, സൗഖ്യം നിങ്ങളുടെ അവകാശമാണ്. കൈവേദനയുമായിട്ട് ഇരിക്കാനല്ല വചനം പറഞ്ഞിരിക്കുന്നത്. കരങ്ങളെ ഉയർത്തി, വിശുദ്ധ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാനാണ് വചനം പറഞ്ഞത്. കൈവേദനയും വെച്ചുകൊണ്ട് എങ്ങനെ കരം ഉയർത്തുന്നത്? തീരുമാനിച്ച് വചനം അങ്ങനെ പറയുന്നുവെങ്കിൽ എനിക്ക് വേദനയായിട്ട് ഇരിക്കാൻ കഴിയത്തില്ല. കരമെടുത്ത് വെച്ച് എന്നിട്ട് കൽപ്പിച്ച് യേശുവിന്റെ നാമത്തിൽ ഒരു വേദനയ്ക്കും എൻ്റെ മേൽ അവകാശമില്ല. പറഞ്ഞേ, വാ തുറന്നു പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ആ ഒരു വേദനയ്ക്കും പറ, ഒരു രോഗത്തിനും പറഞ്ഞേ. ആ ഒരു വേദനയ്ക്കും ഒരു രോഗത്തിനും എൻ്റെ മേൽ അവകാശമില്ല. രോഗസൗഖ്യം എൻ്റെ അവകാശം. പറഞ്ഞേ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ എനിക്ക് അധികാരമുണ്ട്. ആ ഒരു വ്യക്തി മാത്രം സൗഖ്യമായ പോരാ, നിങ്ങളുടെ മേലും അത് വരണം. ആ കർത്താവിനെ നോക്കിക്കേ, നിങ്ങൾ നോക്കിക്കേ. ഞാൻ എപ്പോഴും പറഞ്ഞത്, ഒരു കൈ മുറിയുമ്പോൾ എന്നെ വേദനയാ. അങ്ങനെയെങ്കിൽ പ്രാണൻ പോകുന്ന രീതിയിൽ റോമൻ പടയാളികൾ, ദുഷ്ടന്മാരായ റോമൻ പടയാളികൾ യേശുക്രിസ്തുവിനെ മൃഗീയമായി വേദനിപ്പിക്കുമ്പം, പ്രിയരെ, നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടിയാണ്, നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയാ. കൈവച്ച് ഒന്ന് കൽപ്പിച്ച് പറഞ്ഞേ, യേശുവിന്റെ രോഗത്തെ വഹിച്ചതാ. കൽപ്പിച്ച്, യേശുവിന്റെ രോഗത്തെ വഹിച്ചതാ. പറ, സൗഖ്യം വേണ്ടവരെല്ലാം പറഞ്ഞേ, സൗഖ്യം വേണ്ടവര്, വിടുതൽ വേണ്ടവര് എല്ലാം ഓർക്കെ പറ. നിങ്ങളുടെ നാവ് പിശാച് കേൾക്കട്ടെ, ആ രോഗം കേൾക്കട്ടെ, രോഗാത്മാവ് കേൾക്കട്ടെ. പറ, യേശുവിന്റെ വേദന വഹിച്ചതാ, കർത്താവിന്റെ രോഗം വഹിച്ചതാ, കർത്താവിന്റെ വേദന ചുമന്നതാ. എന്റെ രോഗത്തിന് വേണ്ടിയാ യേശു വില കൊടുത്തത്. എന്റെ കർത്താവിന്റെ വേദനയ്ക്ക് വേണ്ടിയാ ക്രൂശിൽ മരിച്ചത്. ഞാൻ ഈ രോഗിയായി ഇരിക്കത്തില്ല, ഞാൻ ഈ വേദനയുമായി ഇരിക്കത്തില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിച്ച് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും ഒരു രോഗവും ഒരു കഷ്ടതയ്ക്കും നിങ്ങളുടെ മേലെ അവകാശമില്ല. കൽപ്പിച്ച് പ്രിയരെ, കൽപ്പിച്ച് വാ തുറന്ന് കൽപ്പിച്ച്. വേദനയുള്ളവര്, ആ ശരീരത്തിൽ രോഗബാധിതര്, യേശുവിന്റെ നാമത്തിൽ ദ ഹീലിംഗ് പവർ ഈസ് മൂവിങ്. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം ചലിക്കുക. ആ കരങ്ങളുടെ മേലേക്ക് കർത്താവിന്റെ കരം വെളിപ്പെടുക, ആണിപ്പഴുതുള്ള കരം വെളിപ്പെടുക. യേശുവേ നന്ദി കർത്താവേ, ഹല്ലേലൂയ. ഹീലിംഗ് പവർ ഈസ് മൂവിങ്. എല്ലാവരും കൽപ്പിച്ച് കൽപ്പിച്ച് കർത്താവായ യേശുവിന്റെ നാമത്തിൽ വേദനകളുടെ മേലേക്ക് ദൈവശക്തിയുടെ വ്യാപാരം വെളിപ്പെടുന്നു. ആ രോഗത്തിന്റെ മേലേക്ക് ദൈവശക്തിയുടെ വ്യാപാരം വെളിപ്പെടുന്നു. അസ്ഥികളുടെ മേൽ, ഞരമ്പുകളുടെ മേൽ, ആ ബ്ലഡ് സർക്കുലേഷന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ ദ പവർ ഓഫ് ദ ഹീലിംഗ് ഈസ് മൂവിങ്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഓ ഷമലകസ്യാന്തിരി, ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ പൂർണ്ണ സൗഖ്യം നമ്മുടെ അവകാശം കേട്ടോ, പൂർണ്ണ സൗഖ്യം അവകാശമാണ്. പിടിച്ചെടുക്ക്. പൂർണ്ണ സൗഖ്യം നമ്മുടെ അവകാശമാണ്. ജീസസ് നെയിം, ആമേൻ. ഒന്ന് ചെക്ക് ചെയ്തേ. ഇപ്പൊ പ്രാർത്ഥിച്ച സൗരങ്ങളെ ഒന്ന് ചെക്ക് ചെയ്തേ. കൈ ഉയർത്തിക്കേ, കൈ കാർക്കിക്കേ, ആ തിരിച്ചു മറിച്ചു വെക്കാൻ നോക്കിക്കേ. എന്നാ വ്യത്യാസം പ്രാർത്ഥിച്ചവരെ. എത്ര പേര് പ്രാർത്ഥിച്ചു, എത്ര പേര് കൽപ്പിച്ചു? വേദന കുറവുണ്ട്. കുറവേ ഉള്ളൂ, പൂർണ്ണമായിട്ട് മാറിയില്ല. കുറവുണ്ട്. ആ കുറവുണ്ടെങ്കിൽ സൗഖ്യം നമ്മുടെ ശരീരത്തിൽ ആരംഭിക്കാൻ തുടങ്ങി. എനിക്ക് പൂർണ്ണ സൗഖ്യം. കൈവച്ച് യേശുവിന്റെ നാമത്തില കുറവുണ്ടെന്ന് പറഞ്ഞു. വേറെ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ കുറവുള്ളവര്? കുറവുണ്ട്. ഓക്കെ, കുറവുള്ളവരെല്ലാം കൈവച്ച്. വേറെ ആരെങ്കിലും ഉണ്ടോ? പൂർണ്ണ സൗഖ്യം ലഭിച്ചവരുണ്ടോ?
കുറവുള്ളവരും ഒരു കൈവച്ച് സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ പറഞ്ഞേ, പൂർണ്ണ സൗഖ്യം എന്റെ അവകാശം എന്ന് പറഞ്ഞേ, പറഞ്ഞേ പൂർണ്ണ സൗഖ്യം. പറ വാ തുറന്ന് പറഞ്ഞേ. പൂർണ്ണ സൗഖ്യം. കർത്താവ് ക്രൂശിൽ കുറച്ചു നേരം വേദന അനുഭവിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞില്ല. അവർക്ക് മതിയാവുകോളം കർത്താവ് സഹിച്ചത് നിങ്ങൾ പൂർണ്ണ സൗഖ്യമാകാൻ വേണ്ടിയാ. ഒന്നും വിട്ടുകൊടുക്കണ്ട. ഒരു കോംപ്രമൈസും ഇല്ല. കൈവച്ച് പൂർണ്ണ സൗഖ്യമാണ് എന്റെ അവകാശം, പൂർണ്ണ വിടുതലാണ് എന്റെ അവകാശം. എന്റെ കർത്താവ് എന്റെ രോഗം വഹിച്ചതാ. ധൈര്യപ്പെട്ടെ, ശക്തിപ്പെട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹീലിംഗ്, ഓവർഫ്ലോയിങ് ഹീലിംഗ് അനോയിന്റിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ടച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ്. വേദനകളുടെ മേൽ ഒരു തീ കത്തട്ടെ, വേദനകളുടെ മേൽ അത്ഭുതം നടക്കട്ടെ. പറഞ്ഞേ, എനിക്ക് പൂർണ്ണ സൗഖ്യം എന്റെ അവകാശം എന്ന് പറ, പൂർണ്ണ സൗഖ്യം എന്റെ അവകാശം എന്ന് പറ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇനി ചെക്ക് ചെയ്ത് എന്നെ വ്യത്യാസം. കൈ കറക്കി നോക്കിയോ? സൗഖ്യം വന്നിട്ടുണ്ട് ബ്രദറെ. ഇപ്പൊ വേദന മാറിയിട്ടുണ്ട്. നേരത്തെ പകുതിയെ പോകായിരുന്നു, ഇപ്പൊ പൂർണ്ണമായിട്ടും പോയി. അതെ, നന്ദി യേശു. കണ്ടോ, നമ്മൾ കോംപ്രമൈസ് ചെയ്യുമ്പോഴാണ് ഇത് അവിടെ തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇറക്കി വിടണം. യേശു പറഞ്ഞത് ഭൂതങ്ങളെ പുറത്താക്കുക, രോഗങ്ങളെ സൗഖ്യമാക്കുക. അങ്ങനെയെങ്കിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്താൽ അവിടെ ഇരിക്കുക, ഇറക്കി വിടാൻ റെഡിയാവണം. നന്ദി യേശു. മറ്റാരെങ്കിലും സൗഖ്യമായവര്? മറ്റാരെങ്കിലും ഉണ്ടോ സൗഖ്യമായവര്? ചെക്ക് ചെയ്തോ? പൂർണ്ണ സൗഖ്യമായവരാരെങ്കിലും ഉണ്ട് ഇതിന്റെ അകത്ത്? ഇല്ല, 2-3 പേരേ ഉള്ളൂ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. സഹോദരങ്ങളെ, എപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ബ്രദറിന്റെ പ്രാർത്ഥന നോക്കി നിൽക്കാതെ ക്രൂശിലോട്ട് നോക്കി പിടിച്ചെടുത്തോണം. കർത്താവ് വില കൊടുത്തതിനെ നിങ്ങൾ അതിന് കേട്ട വാക്തത്വം എന്തുവാ? അതിമഹത്തായ വിലയേറിയതുമായ വാട്ടത്തങ്ങൾ നമ്മുടെ മുമ്പിലോട്ട് ഇട്ടിരിക്കുക. പിടിച്ചെടുക്കുക. ബലാത്കാരികൾ ദൈവരാജ്യത്തെ അവകാശമാക്കും. കണ്ടോ? താങ്ക് യു ജീസസ്. നന്ദി യേശുവേ. ഈ മൂക്കിന്റെ പാലത്തിന്റെ അവിടെയും ആ ഭാഗങ്ങളിലും വേദനയും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരുണ്ടോ? മൂക്കിന്റെ അവിടെ, നോസിന്റെ അവിടെ. മൂക്കിന്റെ ഇവിടെ നീരുണ്ട്, രണ്ട് കണ്ണിന്റെ താഴെയായിട്ട് നീരും വേദനയുണ്ട്. ഓക്കെ, കൈവച്ചു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ നീര് വറ്റട്ടെ. കർത്താവെ, ഇന്ന് ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നപ്പ ആ ഞരമ്പുകളുടെ മേൽ, അസ്ഥികളുടെ മേൽ എന്താണോ അതിന്റെ പ്രോബ്ലം, എന്താണോ മറഞ്ഞിരിക്കുന്ന വിഷയം, കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല, പക്ഷെ ഒരു കാര്യം പറയണം, ആത്മീയ കണ്ണിൽ അത് കാണുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പിതാവേ, അങ്ങയുടെ ശക്തിയുടെ വ്യാപാരം. ഓ ലോർഡ് ജീസസ്, healing power is moving, healing anointing is moving, healing power is moving, healing anointing is moving. ആ മൂക്കിന്റെ മേൽ കൈയെടുത്ത് വെച്ചു യേശുവിന്റെ നാമത്തിൽ. The power of the healing is moving. Lord Jesus Christ, right now in the name of Jesus Christ. ഇപ്പോൾ തന്നെ ശരീരത്തിന്റെ മേലേക്ക് അത് വ്യാപരിക്കട്ടെ. സൗഖ്യമാക്കുന്ന കർത്താവിന്റെ കരം, സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം ഇപ്പോൾ തന്നെ യേശുവേ, അങ്ങയുടെ നാമത്താൽ, അങ്ങയുടെ നാമത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ വെളിപ്പെട്ട് വരുന്നല്ലോ. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നന്ദി കർത്താവേ. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സഹോദരങ്ങളെ ചെക്ക് ചെയ്തേ, ആ മൂക്കിന്റെ അവിടെ വേദന പറഞ്ഞ സഹോദരങ്ങൾ ചെക്ക് ചെയ്ത് എന്നാ വ്യത്യാസം? ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. വെള്ളം വന്നോണ്ടേ ഇരിക്കുവായിരുന്നു ബ്രദറെ. നല്ല തണുപ്പ് പോലെ അവിടെ അനുഭവപ്പെട്ട് ഇപ്പൊ ആ മൂക്കിന്റെ ആ വെള്ളം വരവളങ്ങ് നിന്ന് ബ്രദറെ. നന്ദി കർത്താവേ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല? ഇല്ല ബ്രദറെ. ഓ ലോർഡ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും?
വർഷങ്ങൾ കൊണ്ടുള്ളൊരു അസ്വസ്ഥതയാണ് എനിക്ക്. ഓ, ഇത് വലിയൊരു എത്ര വർഷമായിട്ട് എക്സ്ട്രാ ബുദ്ധിമുട്ടുണ്ടായിരുന്ന? അതൊരു എന്റെ ഒരു ചെറുപ്രായം തൊട്ടേ എനിക്ക് ഒരു 60 തൊട്ടേ ഉണ്ട്. വേറെ ഇപ്പം കൂടി വരുക പ്രായമായി വരും തോറും. ഓ കർത്താവേ, ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏത് സമയം ഇങ്ങനെ ബ്ലഡ് ഒക്കെ വരും മൂക്കി കൂടെ ചീറ്റുന്നുണ്ട്. ഇപ്പൊ വെള്ളം ഈ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വരെ വെള്ളം വന്നോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ വെള്ളം ഇറങ്ങിക്കൊണ്ടേ ഇരിക്കും. ഞാൻ ടിഷ്യൂ എടുത്ത് ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കും. വേറെ ഇപ്പൊ കണ്ടൊന്നുമില്ല, പിടിച്ചു കെട്ടുള്ളത് നിന്നു. ഇല്ല. ഓ കർത്താവെ, കേട്ട് ചെറുപ്പം മുതലുണ്ടായിരുന്ന വിഷയമാണ്. എന്റെ സഹോദരങ്ങളെ വിട്ടുകൊടുക്കരുത്. വിളിച്ചു പറഞ്ഞു, എന്റെ കർത്താവ് എനിക്ക് വേണ്ടിയാവും കുരിശിൽ മരിച്ചത്, മറ്റാരുടെ കാര്യം എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, എന്റെ കർത്താവ് എനിക്ക് വേണ്ടിയാ കുരിശിൽ മുറിവേറ്റത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. മറ്റാരെങ്കിലും ഇതുപോലെ ബ്രദറെ, അച്ഛന്റെ മൂക്കിന്റെ ഉള്ളില് ഒരു കുരു പോലെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നും പ്രാർത്ഥിക്കില്ല. എന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം അച്ഛന് കുറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ മുഴുവനായിട്ടും മാറിയിട്ടില്ല. പൂർണ്ണമാറ്റം വന്നില്ല. ഇതിനു മുമ്പ് ബ്രദർ മൂക്കിന്റെ പറഞ്ഞപ്പോ അന്ന് പ്രാർത്ഥിച്ചപ്പോ പിറ്റേ ദിവസം കുറഞ്ഞു. അന്ന് നല്ല വീങ്ങി തടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കുറഞ്ഞു വന്നതാണ്. ഇപ്പൊ കുറച്ച് ബാക്കിയുണ്ട്. പോരാ പറയണേ, കൈ വെച്ചോണ്ട് സിസ്റ്റർ പറയണ, അച്ഛന്റെ മുഖ കഴിച്ച കർത്താവെ പൂർണ്ണ സൗഖ്യമാണ് ഞങ്ങളുടെ അവകാശം. കേട്ടോ, പൂർണ്ണ വിടുതലാണ് ഞങ്ങളുടെ അവകാശം. അത് പറഞ്ഞോണം, കർത്താവിന്റെ അത്ഭുതമായി മാറും. കേട്ടോ, ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? എന്റെ ബ്രദർ, എന്റെ ഭാര്യയുടെ മൂക്കിന് ഭയങ്കര വേദനയും മൂക്കിൽ ദശയായിട്ട് നിൽക്കുകയാണ്. ഒരു കുറവ് ഇതുവരെ വന്നിട്ടില്ല. കൈ വെച്ച് പറഞ്ഞോണം, ഒരു സർജറിയും വേണ്ട. സർജറി ഇല്ലാതെ തന്നെ കർത്താവിന്റെ സർജറി ക്രൂശിൽ കഴിഞ്ഞതാണ്. പൂർണ്ണ സൗഖ്യം ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങൾ സർജറി ചെയ്യാതെ തന്നെ ആ ദശയും മാറും, വേദനയും മാറും. കൽപ്പിച്ചോണം കേട്ടോ, അങ്ങനെ തന്നെ കൽപ്പിച്ചോണം. മോന് മൂക്കിന്റെ വളവുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം വിടുമ്പോ ബുദ്ധിമുട്ടാ, ഉറങ്ങുമ്പോഴും ഒക്കെ. അത് കൈവച്ച് മോന്റെ മേൽ പ്രാർത്ഥിച്ചോണം. മോൻ വരുമ്പോ അത് കർത്താവിന്റെ നാമത്തിൽ ആ സൗഖ്യത്തെ കൽപ്പിച്ചോണം. കർത്താവ് ക്രൂശിൽ വഹിച്ചതുകൊണ്ട് ഞങ്ങൾ ചുമക്കത്തില്ലെന്ന് പറഞ്ഞ് കൽപ്പിച്ചോണം. സാക്ഷ്യമായിട്ട് മാറും കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ സൗഖ്യം അനുഭവിക്കുന്നവര്? ഇല്ല. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഈ ഡിസ്കിന്റെ ഭാഗത്ത് മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തേ. ഈ ഡിസ്കിന്റെ ഭാഗത്ത് വേദനയുള്ള സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഡിസ്കിന്റെ ഭാഗത്ത് ഉണ്ട്, വേദനയാൽ ഭാരപ്പെടും അല്ലേ? ഒന്ന് കരമെടുത്ത് വെച്ചു. എത്ര പേര് വിശ്വസിക്കുന്ന കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്? വേദനയുള്ളവരുടെ ഞാൻ ചോദിക്കുന്നത്. ഉറപ്പുണ്ടോ? ഒന്നാ കാൽവരി ക്രൂശോട്ട് നോക്കിയിട്ട് പ്രാർത്ഥിച്ച്, കർത്താവേ, എൻ്റെ ആ ഡിസ്കിന്റെ വേദന, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന വേദനകൾ എൻ്റെ കർത്താവ് വഹിച്ചതാ. പറഞ്ഞ്, എൻ്റെ കർത്താവ് വഹിച്ചതാ, എൻ്റെ ദൈവം വഹിച്ചതാ, എൻ്റെ കർത്താവ് വഹിച്ചത് എനിക്ക് വേണ്ട. ഈ അനാവശ്യമായിട്ട് വർത്താനം പറയുന്നവരെല്ലാം ഞാൻ റിമൂവ് ചെയ്യും കേട്ടോ. അനാവശ്യമായിട്ട് വർത്താനം പറയുന്നവർ റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കയറാൻ പറ്റാതായി ഇപ്പൊ അങ്ങോട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ പോലും. നിങ്ങൾ പ്രാർത്ഥന വരുന്നവരാണോ അതോ നിങ്ങൾ ഡിസ്റ്റർബൻസിന് വരുന്നവരാണോ? ഞാൻ എപ്പോഴും പറയുന്നത് വളരെ ശ്രദ്ധിക്കണേ. എപ്പോഴും ഞാൻ പറയുന്നതാണ്, ശ്രദ്ധിക്കുക നിങ്ങൾ. കാരണം ദൈവ സാന്നിധ്യം വരുന്ന സമയത്ത് കളിതമാശയല്ല പ്രിയരെ. ഒരു സ്പർശനം പോരെ ലൈഫ് ചേഞ്ച് ആകാൻ. നിങ്ങൾ തമാശ വിളിക്കുന്ന പിശാചിന് ഇഷ്ടമാണ് ഇങ്ങനെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുക എന്നുള്ളത്. നിങ്ങളെ കൊണ്ട് കുഴി ചാടിക്കുക എന്നുള്ളതാണ് അവന്റെ ലക്ഷ്യം. ആ വഴിക്ക് പോകാതെ ഒരു പള്ളിക്കകത്തിരിക്കുന്നത് പോലെ പ്രാർത്ഥനയ്ക്കകത്ത് ഇരിക്കുക. ദൈവത്തെ മാനിക്കുന്നവനെ ദൈവവും മാനിക്കുന്ന വചനം പറഞ്ഞേക്കരുത്. അവൻ വക്രനോട് വക്രനായും നിഷ്കളങ്കനോട് നിഷ്കളങ്കനായി നിൽക്കുന്ന ദൈവമാണ്. ദൈവത്തോട് നമ്മൾ മത്സരിക്കാനും കളിക്കാനും നിൽക്കരുത് പ്രിയരെ. എപ്പോഴും പറയുന്നതാണ്, അനാവശ്യമായിട്ട് വർത്താനം പറഞ്ഞു. നിങ്ങളൊരു പ്രാർത്ഥനയിരിക്കുമ്പോൾ, നമ്മൾ പള്ളിക്കകത്തിരിക്കുമ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കില്ലല്ലോ. അതേപോലെ പ്രാർത്ഥനയിരിക്കണം. വളരെ സീരിയസ് ആകുക. ദൈവം തന്റെ ആലോചനയാലും ദൈവം തന്റെ അത്ഭുതങ്ങളാലും സൗകര്യപ്പെട്ട ചെറുപ്പനാൾ മുതലേ ആ മൂക്കിൽ നിന്ന് വെള്ളം വരുന്ന ബുദ്ധിമുട്ടാ, വല്ലാത്ത അസ്വസ്ഥത ചെറുപ്പത്തിൽ തുടങ്ങിയതാ. കർത്താവിനെ തൊട്ട് സൗഖ്യമാക്കാൻ കഴിയുമെങ്കിൽ ദൈവം നമ്മുടെ ഇടയിൽ ഉണ്ട്. സീരിയസ് ആകുക. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ എത്ര പ്രയർ റിക്വസ്റ്റ് വെച്ചിട്ടും കാര്യമൊന്നും. ലോകത്തിൽ ഏത് ബ്രദർ തലേ കൈവച്ചാലും ദൈവത്തെ അനുസരിക്കാത്തവന്റെ ജീവിതത്തിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ദൈവത്തെ അനുസരിക്കാത്ത വ്യക്തിയുടെ മേൽ എത്ര ദൈവദാസൻ കൈവച്ചാട്ടും കാര്യമൊന്നുമില്ല. എത്ര വലിയ പൗലോസ് വന്നാലും എത്ര വലിയ പത്രോസ് വന്നാലും കാര്യമില്ല. ദൈവത്തോട് മറുതലിക്ക്. അവിടെ ഞാൻ എപ്പോഴും പറഞ്ഞാൽ ശ്രദ്ധിക്കുക.
പ്രാർത്ഥനയോടെ ഇരിക്കുക. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കുക. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ പലപ്പോഴും റിമൂവ് ചെയ്യാത്തതിൻ്റെ കാരണം, അങ്ങനെ റിമൂവ് ചെയ്താൽ ഈ സൂം ഓട്ടോ ജനറേറ്റ് ചെയ്ത് നിങ്ങൾ പിന്നെ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കയറാൻ പറ്റാതെ വരും. അത് വേറെ രീതിയിൽ പോവും. അതുകൊണ്ട് അങ്ങനെ റിമൂവ് ചെയ്ത് ഞാൻ വിടാത്തത്. ഒത്തിരി ശല്യമാണെങ്കിൽ, ഒത്തിരി ബഹളം വെക്കുവാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. കാര്യം നിങ്ങൾ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് തടസ്സം നിൽക്കരുത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. സഹോദരങ്ങളെ, ആ വേദനയുള്ളവരെല്ലാം കൈയെടുത്ത് വെച്ച്, ആ ഡിസ്കിന്റെ പെയിൻ ഉള്ളവരെല്ലാം കൈയെടുത്ത് വെച്ച് യേശുവിൻ്റെ നാമത്തിൽ എന്ന് കൽപ്പിക്കുന്നപ്പാ. ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ പ്രിയരെ, ബ്രദറിനെ നോക്കരുത്, കർത്താവിലേക്ക് നോക്കുക. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ കരം നീട്ടുന്നതിനാലും, അപ്പോസ്തല പ്രവൃത്തി 4-ാം വാക്യത്തിൽ പത്രോസ് ശ്ലീഹ പറയുന്നു, സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ കരം നീട്ടുന്നതിനാലും തന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകും. കണ്ടോ, ഇപ്പൊ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകും നമ്മുടെ ജീവിതം. നമ്മൾ ഈ വേദനയും ചുമന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പ്ലാനിലില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞത്, ആരോഗ്യവും സൗഖ്യവും ഡോക്ടർ എന്തു പറഞ്ഞു എന്നുള്ളത് നമ്മുടെ വിഷയമല്ല പ്രിയരെ. യേശു എന്തു പറയുന്നുള്ളത് നമ്മുടെ വിഷയം. ഡോക്ടർ പറഞ്ഞത് സത്യമാണ്, ഡോക്ടർ പഠിച്ചതാണ്, അറിവാണ്, അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ അവർക്കറിയാത്തൊരു കാര്യം നമുക്കറിയാം, നമുക്ക് വേണ്ടി ഒരു നല്ല വൈദ്യനുണ്ട്, സൗഖ്യമാക്കുന്ന ഒരു കർത്താവ് ഉണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പാ, കർത്താവേ, ഇന്ന് പൂർണ്ണ വിടുതൽ, പൂർണ്ണ സൗഖ്യം ഞങ്ങളുടെ അവകാശമാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് ഞങ്ങൾ ഇപ്പോൾ തന്നെ കീഴ്പ്പെടുന്നു. കരമെടുത്ത് വെച്ച പ്രിയർ, ഡിസ്കിന്റെ അവിടെ പെയിൻ ഉള്ളവര്, ആ വേദനയാൽ ഭാരപ്പെടുന്നവര് ഇപ്പോൾ തന്നെ കൈയെടുത്ത് വെച്ച്, എൻ്റെ യേശുവേ, അങ്ങയുടെ അത്ഭുതത്തിനായി നന്ദി പറയുന്നു. ഈ നിമിഷം തന്നെ കർത്താവേ, പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി കൽപ്പിക്കുന്നപ്പ, ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ലോർഡ് ജീസസ്, ആ വേദനകളുടെ മേലേക്ക് ഒരു തീ ഇറങ്ങുന്നല്ലപ്പ, ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് ഇപ്പോൾ തന്നെ ഡിസ്കിന്റെ മേൽ വാണിപ്പഴുതുള്ള അങ്ങയുടെ കരം വെളിപ്പെടുന്നു. രോഗശക്തിയും രോഗാത്മാവിനെയും അതിന്റെ പിന്നിൽ വെക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും ഇറക്കി വിടുന്നപ്പ എന്നെ ശാസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സഹോദരങ്ങളെ, ഇപ്പൊ പ്രാർത്ഥിച്ച സഹോദരങ്ങൾ ഇത് ചെക്ക് ചെയ്തേ. ആ വേദനയ്ക്കകത്ത് പ്രാർത്ഥിച്ച സഹോദരങ്ങള് ഉള്ളവര് ഒന്ന് ചെക്ക് ചെയ്ത്, നടന്നോ, ഇരുന്നോ, തിരിഞ്ഞോ, മറിഞ്ഞോ ഒക്കെ നോക്കിക്ക് എന്തോ അവിടെ വ്യത്യാസം നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കുന്നത്. എനിക്കൊരു സൗഖ്യം ലഭിച്ചു എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. സൗഖ്യമായെന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടോ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞു. ഹലോ ബ്രദറെ. എന്നാ പറ. ഹലോ ബ്രദറെ. പറഞ്ഞു ബ്രദറെ, ഞാൻ ഒരു സാക്ഷി പറയട്ടെ. ഹലോ ബ്രദറെ. പറഞ്ഞു ബ്രദറെ, ഞാൻ ഒരു സാക്ഷി പറയട്ടെ. പറഞ്ഞു ബ്രദറെ. പറഞ്ഞു കേൾക്കുന്നുണ്ട് ഞാൻ. ബ്രദറെ, എനിക്കൊരു സാക്ഷിയുണ്ട്. സിസ്റ്ററെ പറഞ്ഞു, കേൾക്കുന്നുണ്ട് ഞാൻ. ബ്രദറെ, ഞാനെന്ന് പറയട്ടെ. എന്റെ കൈക്ക് നല്ല നീരും വേദനയായിട്ട് കരഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്നു. എന്റെ കൈക്ക് വേദനയായിട്ട് നീരും വേദനയായിട്ട് കരഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ എനിക്ക് അത്ഭുതം. ഇപ്പൊ സിസ്റ്റർക്ക് വേദനയില്ല ബ്രദറെ. സിസ്റ്റർക്ക് ഇപ്പൊ വേദനയില്ല. ഹലോ, കേൾക്കുന്നുണ്ടോ സിസ്റ്ററെ? സിസ്റ്റർ പറഞ്ഞ, എനിക്ക് തോന്നുന്നത് കൈക്ക് നീരും വേദനയായിട്ടിരിക്കുന്ന പറഞ്ഞത് ഈ പ്രാർത്ഥിക്കുന്നവരെ സഹ്യമായ വേദനയായിരുന്നു, എന്നാൽ കർത്താവ് സൗഖ്യമാക്കിയെന്നാണ് കേട്ടത്. റേഞ്ച് കട്ടാകുന്നുണ്ട്. കർത്താവ് സൗഖ്യമാക്കിയവർക്ക് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? എന്തോ പറഞ്ഞു. എന്തോ എനിക്കാണെങ്കിൽ തൊണ്ടയില് ഒരു കുരുവായിട്ട് വന്ന് ഭയങ്കര വേദനയായിരുന്നു. വെള്ളമൊക്കെ കുടിച്ചിറക്കുമ്പോഴെല്ലാം വേദനയായിരുന്നു. ഇവിടെ തിരക്ക് കാരണം എനിക്ക് ഇന്ന് റിലേറ്റീവ്സ് ഒക്കെ നിറയെ വന്നുകൊണ്ട് എനിക്ക് നേരെ പ്രാർത്ഥന കയറാൻ പറ്റിയ വിഷമം തോന്നി. എന്നാലും ബ്രദർ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ സമയത്ത് ഞാൻ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ തൊണ്ടയിലെല്ലാം വിരലിങ്ങനെ ആ അണ്ണാക്കിന്റെ ഭാഗത്ത് വെച്ചിട്ട് തൊട്ട് പ്രാർത്ഥിച്ച് എൻ്റെ യേശു അപ്പം എനിക്ക് സൗഖ്യം തന്നു ബ്രദർ. ഇപ്പൊ അവിടെ ബുദ്ധിമുട്ടില്ല. ഇപ്പൊ ബുദ്ധിമുട്ടില്ല, വേദന കുറഞ്ഞില്ല, മാറി. കർത്താവെ അങ്ങ് സൗഖ്യമാകെ. സൗകര്യം പറഞ്ഞു കേട്ടില്ലേ? ചെറിയൊരു തടിപ്പുണ്ടായിരുന്നു,
കഴിക്കാനും വെള്ളം ഇറക്കാനും ഒക്കെ വേദന ഉണ്ടായി, ശരിക്കും അറിയാൻ പറ്റുമായിരുന്നു. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വരെ ഇത് ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊട്ടുമില്ല. ഓ കർത്താവെ, അങ്ങ് സൗഖ്യമാ കൃപയ്ക്ക് നന്ദി. ആ തടിപ്പും മുഴയെടുത്ത് മാറ്റി കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ ഞാൻ സാക്ഷി? എന്റെ കൈയുടെ കാര്യം പറഞ്ഞത് കട്ടായി പോയായിരുന്നു. ഇടയ്ക്ക് റേഞ്ച് കട്ടായപ്പോ സിസ്റ്ററെ, കായ്ക്ക് നീരും വേദന ഉണ്ടായിരുന്നു മാത്രം കേട്ടു. കട്ടായി പോയായിരുന്നു. എന്റെ കൈയുടെ സുഖമായത് കേട്ടായിരുന്നു. സിസ്റ്ററെ, കൈക്ക് നീരും വേദനയാന്ന് പറഞ്ഞു, അത് മാറി. നീരും വേദനയായിട്ട് ഞാൻ ഇവിടെ കരഞ്ഞ് നിലവിളിച്ചോണ്ടിരുന്നതാ. പൂർണ്ണ സൗഖ്യം കിട്ടി. ഓ എന്റെ കർത്താവേ, ഞങ്ങളത് ഇപ്പൊ പറയുവാൻ പൂർണ്ണ സൗഖ്യം കിട്ടി പ്രാർത്ഥിച്ചപ്പോ. അതായത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വരെ നീരും വേദനയായിരുന്നു അല്ലേ? നീരും വേദനയായിട്ട് കരഞ്ഞോണ്ടിരുന്നേ അവിടെ. ഓ എന്റെ പ്രിയരെ, നിങ്ങൾ കേട്ടോ, ഞാനതുകൊണ്ടാ പലപ്പോഴും പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം സഹോദരങ്ങളെ. സഹോദരി പറഞ്ഞു കേട്ടോ, ഇങ്ങനെയുള്ള ആളുകളും പ്രാർത്ഥനയ്ക്കകത്തുണ്ട്. സഹോദരി പറഞ്ഞില്ല, നീരും വേദനയാൽ കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്നത്. സിസ്റ്റർ, ഇപ്പൊ നീരുമില്ല, വേദനയില്ല. കേൾക്കുന്നുണ്ടോ? സഹോദരി പറഞ്ഞു കേട്ടില്ലേ? നീരുമില്ല, വേദനയായി പൂർണ്ണ സൗഖ്യം, അത്ഭുത സൗഖ്യം കിട്ടി. കർത്താവെ, അങ്ങ് തൊട്ട് വിടിവിക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. അവര് പറഞ്ഞതുപോലെ തന്നെ സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞോ. ഇന്ന് വെളുപ്പിന് ഞാൻ ബ്രദറിനോട് 3 മണിയുടെ പ്രയറിൽ ഒരു പ്രാർത്ഥന വിഷയം ചോദിച്ചിരുന്നു. എന്റെ മകൾക്ക് ഒരു മുഴയുണ്ട്. ഇപ്പൊ നാളെ MRI എടുക്കാൻ മോളെ ഞാനിപ്പൊ നമ്മുടെ സൂമിൽ കയറ്റിയിട്ടുണ്ട്. എന്റെ വീട്ടിൽ ഞാൻ മാത്രമേ വിശ്വാസത്തിൽ വന്നിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ മോളോട് പറഞ്ഞ നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അപ്പൊ ഡോക്ടർ ഒരു 4 പ്രോബ്ലമാണ് അതിൻ്റെ അത് പറഞ്ഞേക്കണത്. അപ്പൊ നാളെ MRI എടുക്കാണ്ട്. ദൈവം അത്ഭുതം ചെയ്യണം. കർത്താവ്, ഞങ്ങൾ ഇപ്പോൾ തന്നെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പോ, അപ്പൊ ഇന്ന് മകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പോ, ഉദരത്തിന്റെ അകത്ത് കർത്താവ് ദൈവത്തിന്റെ ഒരു കരം വെളിപ്പെടുന്നപ്പോ, കത്തിവെക്കാൻ ഇടവരാതെ കർത്താവ്, ഒരു സർജറിക്കും ഇടവരാതെ കർത്താവ്, അതെല്ലാം അപ്രതീക്ഷിതമായി പോകട്ടെ. പ്രിയമകള് കർത്താവെ, കുടുംബമായിട്ട് ക്രിസ്തുവിലേക്ക് ഉറയ്ക്കുവാൻ ഇതൊരു സാക്ഷ്യമായി തീരട്ടെ. ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷ്യമായി. ഒരനർത്ഥവും വരത്തില്ല, ഒരു ബാധയും ഞങ്ങളുടെ കൂടാരത്തിന് മേലെ അടുക്കത്തില്ല. കർത്താവ്, ഈ വചനം ഞങ്ങൾ ആ മകളുടെ മേലേക്ക് അയക്കുന്നപ്പ സാക്ഷ്യമായി അത് മടങ്ങി വരട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. നന്ദി കർത്താവേ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. സമയത്തൊക്കെ എന്റെ കാലിന്റെ മുട്ടിന്റെ അടിഭാഗത്ത് ഭയങ്കര ഞരമ്പിന് ഭയങ്കര പൊള്ളുന്ന ഭയങ്കര വേദനയായിരുന്നു. തടവി ഇരിക്കുകയായിരുന്നു. പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. ഇപ്പൊ വേദന അറിയുന്നില്ല, വേദന ഇല്ല. എന്ന് തുടങ്ങിയതാ ബുദ്ധിമുട്ട്? ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുമായിരുന്നു. വേറെ മുട്ടിന്റെ തൊട്ടുമേളി ഇങ്ങനെ തടിപ്പും വേദന എനിക്ക് കൂടെ ഉണ്ടാവുന്നു. പ്രാർത്ഥിച്ചിട്ട് ചില സമയം മാറും, ചില സമയത്ത് വരും. അങ്ങനെ അത് മേളിലോട്ടും പിന്നെ ആയി. അപ്പൊ അത് ആ വേദന സഹിക്കാൻ വേദനയൊക്കെ ഞാൻ ഇടയ്ക്ക് ഇരിക്കും. ഇന്ന് ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ച് കർത്താവ് എനിക്ക് വലിയ സൗഖ്യം തന്നു. ബുദ്ധിമുട്ടില്ല. കാലിന്റെ ഉപ്പിറ്റിയുടെ മേളിൽ ചെറിയ തടുപ്പുണ്ട്, പക്ഷെ വേദനയില്ല. ഇപ്പം മുട്ടിന്റെ അടിഭാഗത്തുള്ള വേദന ഒരു വല്ലാത്തായിരുന്നു. അതും ഇപ്പൊ മാറിയിരിക്കുന്നു. ഓ നന്ദി കർത്താവേ, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ബ്രദർ പറഞ്ഞായിരുന്നല്ലോ ഒരു കിഷോറിന്റെ കാര്യം. ഞങ്ങളുടെ ഒരു അങ്കിളിന്റെ മോനാണ് കിഷോർ. അവരുടെ വീടിന്റെ ഫ്രണ്ടില് സൈഡില് പേരയുണ്ട്, പക്ഷെ ഞാനിപ്പോ കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല. അന്നേരം ബ്രദർ പറഞ്ഞ ഞാൻ പിന്നെ അത് ചോദിക്കുമായിരുന്നു എന്റെ ഹസ്ബൻഡിനോട്, അവിടെ പേരയുണ്ടോന്ന്. പറഞ്ഞു. ഉണ്ടെന്ന് പറഞ്ഞല്ലേ കിഷോറിന്റെ ഭവനത്തിലല്ലേ? അവന് വേണ്ടി പ്രാർത്ഥിച്ചോണേ, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണേ. ദൈവത്തിന്റെ ഒരു പ്രവർത്തിക്ക് വേണ്ടി ദൈവം ഒരുക്കാൻ വേണ്ടി പോവാണ്. ദൈവം അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. അരുളപ്പാട് പറഞ്ഞായിരുന്നു നേരത്തെ. രമയും എ എന്നുള്ളൊരു അക്ഷരവും. എന്റെ ചേച്ചീന്റെ മോളാണ്, അനിത എന്നാണ് പേര്. അവര് രണ്ടുപേരും അംഗനവാടിയിൽ വർക്ക് ചെയ്യുന്നവരാ, ടീച്ചറും ഹെൽപ്പറും ആണ് അവര്. ഒരു ഭവനത്തിന്റെ അകത്തുള്ളവരെ എടുത്തു പറഞ്ഞത്, ഒരു ഭവനത്തിന്റെ അകത്ത് ഈ രമയും
ആ വ്യക്തിയും ഒരേപോലെ ഒരു ഭവനത്തിലുള്ള വ്യക്തികളാണ്. ഓക്കെ ഓക്കെ ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. ഞാന് ഒരു ഡൗട്ട് കേട്ടോട്ടെ. എനിക്ക് ഇൻഫെക്ഷനായിട്ട് ഞാൻ ബ്രദറോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് എനിക്ക് സൗഖ്യമായതാ. വീണ്ടും അത് പിന്നെ അതുപോലെ വെള്ളം എടുത്തുകൊണ്ടിരിക്കും, വേദനയായിട്ട് അനുഭവപ്പെടുന്നു. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക ബ്രദറെ. കേട്ടില്ല സിസ്റ്റർ, എങ്ങനെയാണ് വേദന? ബ്രദറെ കേൾക്കാവോ? പറഞ്ഞു. ബ്രദറെ കേൾക്കാവോ? പറഞ്ഞു. ചെവിക്ക് ഇൻഫെക്ഷനായി പഴുപ്പും വെള്ളം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. ചെവിക്ക് ഇൻഫെക്ഷൻ ആയിട്ട് വേദനയും പഴുപ്പുമായിരുന്നു. അത് ഞാൻ ഇവിടെ പ്രാർത്ഥന കൂടി എനിക്ക് കുറഞ്ഞതായിരുന്നു. വീണ്ടും അതിപ്പോ എനിക്ക് പിന്നെയും ഇങ്ങനെ അതുപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? കുറഞ്ഞ വേദന പിന്നെയും വന്നാണ് പറഞ്ഞത്. സിസ്റ്റർ കൈ എടുത്ത് വെച്ചിട്ട് പറ, യേശുവിന്റെ നാമത്തിൽ അപ്പ ആ ഡോറ് ഞങ്ങൾ അടച്ചു പ്രാർത്ഥിക്കുന്നു. സൗഖ്യമായിട്ടും പിന്നെ ആ രോഗം കയറാൻ നോക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, ഒരുവന്റെ വെള്ളം ഭൂതങ്ങളെ പുറത്തേക്കരുത്, മടങ്ങി വരും. അതുകൊണ്ട് ഈ ദിവസം നീരില്ലാത്ത പ്രദേശത്ത് തണുപ്പ് അനുഷ്ഠിക്കും. കർത്താവെ, തണുപ്പിന്റെ അനുഭവങ്ങൾ മാറട്ടെ. ആ വാതിൽ ഞങ്ങൾ അടച്ചു പ്രാർത്ഥിക്കുന്നപ്പ ആ സൗഖ്യം ആയത് പിന്നെ രോഗമായി കയറിക്കൂടാൻ നോക്ക്. സൗഖ്യമായവർ ശ്രദ്ധിച്ചോണെ, സൗഖ്യമായവർ ഉടനെ പറയണം, കർത്താവ് ഇനി ഒരു പിശാചിനും എൻ്റെ മേൽ കയറത്തില്ല. ഞാൻ ആ രോഗം വന്ന ഡോർ അടച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. പൂർണ്ണ സൗഖ്യത്തിന് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സമയത്ത് സാക്ഷ്യമുള്ള ആരെങ്കിലും ഉണ്ടോ? സാക്ഷ്യമുള്ളവര് പറഞ്ഞു. ഞാൻ ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ. പറഞ്ഞു. ഒരു രമയൊരു പറഞ്ഞല്ലോ, അത് രമയാണ്. എന്റെ കൊച്ചുമോൻ അജയ് അഭിമന്യു എന്നാ പേര്. അജയ് എപ്പോ പ്രാർത്ഥിച്ചാലും അവൻ എന്റെ തൊണ്ടയിൽ എന്റെ കൂടിലേക്ക് ഓടിപ്പോയി. എനിക്കിപ്പോ തലയ്ക്കകത്തിന് ഭയങ്കര വേദനയായിരുന്നു. അങ്ങനെ ഞാൻ കിടന്നോണ്ടാ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ നല്ല മാറ്റമുണ്ട്. നന്ദി കർത്താവ്, അങ്ങ് സൗഖ്യമാക്കൃപയ്ക്ക് നന്ദി പറയുന്നു സിസ്റ്ററെ. കർത്താവിന്റെ അത്ഭുതത്തിന് നന്ദി പറയുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ദേവദാസനെ ഇന്നലത്തെ റെക്കോർഡിംഗ് ഇടണേന്ന്. ഇന്നലത്തെ നമുക്ക് റെക്കോർഡിങ് ഫേസ്ബുക്കിലുള്ളൂ. അതായത് നമ്മുടെ ട്രൂലൈറ്റ് ജനറേഷൻ എന്നുള്ളൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അതിൻ്റെ അകത്താണ്. നമുക്ക് യൂട്യൂബിൽ, ഞാൻ പറഞ്ഞല്ലോ, യൂട്യൂബിൽ നമ്മുടെ ലൈവ് എല്ലാം ലോക്കായി പോകുന്നൊരവസ്ഥയാണ് കിടക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, യൂട്യൂബ് നമ്മുടെ ഒത്തിരി വീഡിയോസ്, പ്രത്യേകിച്ച് എന്നെ കാരണമെന്ന് അവർ പറയുന്നില്ല, എനിക്ക് തോന്നുന്നത് വല്ലാത്തൊരു യൂട്യൂബായിട്ട് ക്ലാഷിൽ നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് യൂട്യൂബിൽ ഇപ്പം ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റുന്നില്ല. വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇന്നലകളിൽ അതിൻ്റെ ലൈവ് സ്ട്രീമിംഗ് പോണില്ല. അപ്പം ഫേസ്ബുക്ക് പേജിലാണ് ഇപ്പോൾ അതുള്ളത്. ട്രൂലൈറ്റ് ജനറേഷൻ എന്നുള്ള ഫേസ്ബുക്ക് പേജിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇത് കഴിയുമ്പം. അതിൻ്റെ അകത്ത് കിടപ്പുണ്ട് ഇന്നലത്തെ പ്രാർത്ഥന. യൂട്യൂബിൽ വന്നിട്ടില്ല. സാക്ഷ്യങ്ങളും ക്ലിയർ ആയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഇടയ്ക്കൊന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ ചിലപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അതിൻ്റെ അകത്ത് നമുക്ക് അവരൊരു ബ്ലോക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്നാ കാരണം എന്നറിയില്ല. ബ്രദറെ, നമുക്ക് പറവൂരെ ഒരു പ്രാർത്ഥന വെക്കണം. എന്ന് പറഞ്ഞാല് നോ എസിക്കൊക്കെ ആണെങ്കിൽ ഒരു 1000 രൂപ റേഞ്ച് വരുള്ളൂ. അവിടെ വ്യാപാരി ഭവനിലേ എന്ന് പറഞ്ഞാൽ ഒരു ചതമല ജംഗ്ഷനിൽ പറവൂര് നോ എസിക്കൊക്കെ ആണെങ്കിൽ 1000 രൂപ റേഞ്ച് വരുള്ളൂ. പിന്നെ എ സി ഒക്കെ ഞാൻ റേറ്റ് ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പൊ അവിടെ ഒരു പ്രാർത്ഥന വെക്കണം. എവിടെയാ ബ്രദറെ? പറവൂര്, നോർത്ത് പറവൂര്. പറവൂര് ചെറായിയുടെ അടുത്താണോ? പറവൂര് ചെറായിലേക്ക് എത്തണ്ട, ചെറായി അവിടെ വീണ്ടും അവിടെ 5 അപ്പൊ അജിത സിസ്റ്ററോട് ഒരിക്കൽ മീറ്റിങ്ങിന് ഞാൻ പോയപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരോട് പറയാൻ പറഞ്ഞിട്ടുണ്ടായി. നമുക്ക് ചെയ്യാം ബ്രദർ, എന്തായാലും നമുക്ക് ചെയ്യാൻ വരുന്നുണ്ട്. എന്തായാലും നമ്മള് കറങ്ങി എന്തായാലും ഒരു പ്രാവശ്യം വരാം കേട്ടോ. എന്തായാലും അന്വേഷിച്ചോ. പറഞ്ഞു. ഇന്നലെ ഒരു സഹോദരി അവരുടെ ഒരു വാഹനത്തിന്റെ ആക്സിഡന്റ് കാര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ കുടുംബത്തിലെ നമ്മുടെ വൈഫിന്റെ അനിയത്തിമാര്
ചേർന്നിട്ട് ഒരു യാത്ര പോയിട്ട് ബ്രദറിന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അവർ 3 വർഷം മുമ്പ് ആക്സിഡന്റിൽ പെട്ടതും ഒരു 50 മീറ്ററോളം താഴെ, പക്ഷെ 100-150 അടി താഴെ പോയിട്ട് മറിഞ്ഞു വീണ് കാറ് തകർന്ന് തരിപ്പണമാവുകയും ഇവർക്ക് യാതൊരു ആപത്തുപെടാതെ കർത്താവ് രക്ഷിക്കുകയും ചെയ്തു. അതൊന്ന്. അതിൻ്റെ കൂട്ടത്തിൽ അതിനോട് ചേർന്നുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനുശേഷം ഈ 2 അനിയന്മാർ 2 പേരും അവർ മദ്യപാനം നിർത്തി. അവർ പിന്നീട് അതുപോലെ തന്നെ ഞാനും ബ്രദർ എന്നോട് 2019 ആവശ്യപ്പെട്ടിരുന്നു മദ്യപാനം. അന്ന് ഞാൻ മദ്യപാനം ചെറിയ തോതിലെങ്കിലും മദ്യപാനം ഉണ്ടായിരുന്ന സമയമായിരുന്നു. പിന്നെ അന്ന് 2019 ബ്രദർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും മദ്യപാനം നിർത്തിയിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ കൃപ എപ്പോഴും കൂടെ ഉണ്ട്. അപ്പോൾ ഈ അനുസരണം തന്നെയാണെന്ന് വലിയ കാര്യമെന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ കർത്താവിന് നന്ദി. തീർച്ചയായിട്ടും കർത്താവിന്റെ വചനം പറഞ്ഞ പോലെ മദ്യപാനികൾ, വെറിക്കൂത്തുകാർ, പാപിഷ്ടക്കാർ, പിടിച്ചുപറിക്കാർ ഇങ്ങനെയുള്ളവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് കർത്താവിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് അതിൽ നിന്നൊരു വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ, ഒരു മാറ്റം വരുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യം നിങ്ങളിൽ തൊടുന്നുകൊണ്ടാണ്. ഒരിക്കലും ഒരു വ്യക്തിക്ക് സ്വയമായിട്ടൊന്നും മാറ്റാൻ കഴിയത്തില്ല. നമ്മൾ നിർബന്ധിച്ചാലും നമുക്ക് തന്നെ അറിയാം, മദ്യത്തിൻ്റെ കുപ്പിയാൽ തന്നെയുണ്ട്, ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ്. എങ്കിലും ആളുകൾക്ക് അത് പിന്നെയും അതിനോട് ആകർഷണം ഉണ്ടാകുന്നത് അതിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ദുരാത്മാവുണ്ട്, മദ്യപാനത്തിൻ്റെ ദുരാത്മാവ്. അതാണ് മനുഷ്യനെ അതിൻ്റെ അകത്ത് ആക്കിയിരിക്കുന്നത്. വചനം വ്യക്തമായിട്ട് പറയുന്നു, മദ്യപാനികൾ, വെറിക്കൂത്തുകാർ, വാവിഷ്ടക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശം ആക്കുകയില്ല. അതിൽ നിന്ന് ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ ദൈവത്താൽ പുറത്തേക്ക് വരുന്നതാണ്. അതിൻ്റെ കാരണം അനേകരെ നേടുവാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് പ്രിയരെ, മനസാന്തരം എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മനത്തെ തിരിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിൽ എപ്പോഴും പറഞ്ഞ പോലെ ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് വരുമ്പോഴേക്കും സ്വർഗം സന്തോഷിക്കുന്നു. ആമേൻ. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ വൻ കൃപയ്ക്കായി നന്ദി പറയുന്നു. പറഞ്ഞു മിസ്റ്ററെ. ബ്രദറെ, എന്റെ പേര് പ്രിൻസ് എന്നാണ്. എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ മദ്യം കഴിക്കുന്നതാണെന്ന് ഞാൻ ബ്രദറിനോട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ കഴിഞ്ഞ ഏപ്രിൽ 20 തൊട്ട് ഇന്നേ വരെ ഈ സാധനം തൊടി കുടുംബത്തെ കയറ്റി ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും. ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, മദ്യപാനം എന്നുള്ളത് മദ്യപാനത്തിന് സൗകര്യം പറഞ്ഞ എനിക്കറിയാം. പ്രിൻസ് തൃശ്ശൂരുള്ളല്ലേ? അതെ, മദ്യത്തിന് അടിമയായൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. എന്നാൽ കർത്താവ് അതിൽ നിന്നൊക്കെ വിടിവിച്ചു. എപ്പോഴും നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മദ്യപാനം എന്ന് പറയുന്നത് ദൈവികമല്ല, അതിൻ്റെ അകത്തൊരു സ്പിരിറ്റാണ്, ദുരാത്മാവാണ്, അതിനോടുള്ള ലഹരി. ഞാനും അതിൻ്റെ അകത്ത് അടിമയായ ഒരു കാലഘട്ടമുണ്ട്. ഇതിൻ്റെ അകത്തൊരു സ്പിരിറ്റ് ഉണ്ട്. പാപത്തിൻ്റെ അകത്ത് ഒരു സ്പിരിറ്റ് വ്യാപരിക്കുന്നത് പോലെ ഇതിൻ്റെ അകത്തെല്ലാം ഒരു സ്പിരിറ്റ് ഉണ്ട്. ഈ സ്പിരിറ്റാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ, മനം തിരിയുമ്പോൾ അവൻ്റെ അകത്തുനിന്ന് ആ ദുരാത്മാവ് ഇറങ്ങിപ്പോകുന്നതാണ്. അപ്പം നിങ്ങൾ ശാസിക്കുമ്പോൾ മദ്യപാനത്തെ അല്ല ശാസിക്കുന്നത്, മദ്യപാനത്തിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ദുരാത്മാക്കളെ പിടിച്ചു കെട്ടണം. അപ്പോൾ ഈ മദ്യപാനത്തിൻ്റെ ആസക്തികൾ വിട്ടുപോകും. നന്ദി കർത്താവ്. ഞാൻ ഓരോ വ്യക്തികളെയും ബ്ലെസ് ചെയ്യുന്ന സമയം ഇച്ചിരി മുന്നോട്ട് പോയി. നാളെ രാവിലെ നമുക്ക് അന്യഭാഷാ പ്രാർത്ഥന, അഭിഷേകം ആഗ്രഹിക്കുന്നവർ, അന്യഭാഷയിൽ ആഗ്രഹിക്കുന്നവർ, കൃപാവരങ്ങൾ ഉപയോഗിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം സ്വാഗതം. ശനിയാഴ്ച പത്തനംതിട്ടയിൽ നമ്മുടെ പ്രാർത്ഥന നടക്കുന്നു. പ്രാർത്ഥിച്ചോണം, കൂടെ ഉള്ളവരെല്ലാം പ്രാർത്ഥിച്ചോണം. നാളെ പ്രാർത്ഥിക്കുമ്പോൾ, അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ പത്തനംതിട്ട എടുത്തെടുത്ത് പ്രാർത്ഥിക്കണം. കാര്യം ആ ദേശത്ത് കൊയ്ത്ത് വളരെ ഉണ്ട്, എല്ലാ ദേശത്തും കൊയ്ത്തുണ്ട്. അപ്പം നമ്മളൊരു പ്രാർത്ഥന ദൈവാത്മാവ് അവിടെ ചെയ്യുമ്പോൾ കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വേലക്കാരാണ് അതിൻ്റെ അകത്ത്. നിങ്ങളെ വേലക്കാരായി ദൈവം കണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു സഹോദരങ്ങളെ. വൈകിട്ട് നമുക്ക് അന്യഭാഷ പ്രാർത്ഥനയുണ്ട്. ഇന്ത്യൻ സമയം 3 മണിക്ക് നമുക്ക് ഒരുമിച്ച് കാണാം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.